عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വിശ്വാസങ്ങളെ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുകയും പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് തുടക്കത്തിൽ ഉണർത്തുകയാണ്. നിശ്ചലമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്കും പോലും സൃഷ്ടാവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ലെന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളെവിടെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഈ ഹൈവേയുടെ ഓരത്ത് അല്പസമയം ഇരിക്കുവാനും അവനേറെ ഇഷ്ടമുള്ള അവന്റെ തിരുതുകളെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയുവാനും ചർച്ച ചെയ്യുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകി. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ആകാശം വരെ ചൂഴ്ന്നു നിൽക്കുന്ന പരിശുദ്ധം പരിപാവനവുമായ ഇത്തരം സദസ്സുകളിൽ ജീവിതത്തിന്റെ അവസാനം വരെ പങ്കെടുക്കുവാനും ആ സദസ്സുകളിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും പ്രമാണവിരുദ്ധമാണെങ്കിൽ തിരുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളോടൊന്ന് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ച വിഷയം പ്രവാചക സ്നേഹം എന്നതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നടപാടിയ ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യം വഹിച്ചവരാണ് നമ്മളെല്ലാവരും. അവരും അവകാശപ്പെടുന്നത് അത് പ്രവാചക സ്നേഹമാണ് എന്നാണ്. എന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അഭിപ്രായത്തിൽ ഘോഷയാത്ര നടത്തിയിട്ടോ ബിരിയാണിയും നെയ്ച്ചോറും തിന്നിട്ടോ സ്റ്റേജ് പരിപാടികൾ നടത്തിയിട്ടൊന്നുമല്ല പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. പിന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്താണ് ആ പ്രവാചകന്റെ ജീവിതം എന്ന് പഠിച്ചിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ്. പഠിച്ച് മനസ്സിലാക്കിയത് മുലക്ക് വെക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ അനുധാവനം ചെയ്തിട്ടാണ് നമ്മൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ നമ്മോട് പറഞ്ഞു, അല്ലാഹു പറയാം, لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. لقد كان لكم نشأ من الكندر في رسول الله أسوة حسنة. അല്ലാഹുവിന്റെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാവർക്കും മാതൃകയിൽ ആർക്കാണ് മാതൃക? لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ആരാണോ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെ ഓർക്കുന്നത്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, നാളെയുള്ള പരലോകത്തിന്റെ ദിനത്തെക്കുറിച്ച്, എന്റെ നാളിന്റെ ദിവസത്തെക്കുറിച്ച്, മാശറയെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, സിറാത്ത് പാലത്തിനെ കുറിച്ച്, സ്വർഗത്തിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച്, മരിച്ചാൽ കിടക്കേണ്ട നാറടിമെന്നാകുന്ന ഖബറിനെ കുറിച്ച് ആരാണോ ചിന്തിക്കുന്നത്, لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ദുനിയാവിന്റെ പളപളപ്പുകൾ മനസ്സുകളെ മയക്കിയിട്ടില്ലാത്ത, കണ്ണുകളെ മഞ്ഞളിപ്പിച്ചിട്ടില്ലാത്ത നല്ല മനുഷ്യരായ, നല്ല ഹൃദയമുള്ളവർക്ക് പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. ഒരു ഉപ്പെങ്ങനെ ആവണം, ഒരു മകനെങ്ങനെ ആവണം, ഒരു അധ്യാപകൻ എങ്ങനെ ആവണം, ഒരു സൈന്യാധിപൻ എങ്ങനെ ആവണം, ഒരു ഭരണാധികാരി എങ്ങനെ ആവണം എന്നിത്യാദി എല്ലാ രംഗങ്ങളിലുമുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയകളിൽ ചർച്ച നടക്കുമ്പോൾ അവിടെ എങ്ങനെ കാണാം, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നബിയെ ഇങ്ങനെ ചീത്ത പറയുന്ന സമയം, വിമർശിക്കുന്ന സമയം, നമ്മുടെ ചില ആളുകൾ ഈസാ നബിയെ കുറ്റം പറയുന്നതായിട്ടുള്ള പ്രവണത നമുക്ക് കാണാം. അതൊരിക്കലും നമുക്ക് പാടുള്ളതല്ല. കാരണം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് കേരളത്തിൽ ഏതോ ഒരു സ്ഥലത്ത് നബിദിന റാലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ മുന്നിൽ പോയിട്ട് അവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചത്രേ, മുഹമ്മദ് നബി ഡൗൺ ഡൗൺ ഈസാ നബി. ഇതൊന്നും നമുക്ക് പാടുള്ളതല്ല. എന്നാ മുസ്ലിങ്ങളെ കുറിച്ചുള്ള പറഞ്ഞത്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരു വേർതിരിവും അവർ കാണുകയില്ല. എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ സ്നേഹിക്കണം. ഈസാ നബിയെ സ്നേഹിക്കണം ഒരു മുസ്ലിം, മുഹമ്മദ് നബിയെ മാത്രമല്ല. മൂസാ നബിയെ സ്നേഹിക്കണം ഒരു മുസ്ലിം, മുഹമ്മദ് നബിയെ മാത്രമല്ല. ഇബ്രാഹിം നബിയെ സ്നേഹിക്കണം ഒരു മുസ്ലിം, മുഹമ്മദ് നബിയെ മാത്രമല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർക്കിടയിൽ കടന്നു വന്ന 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാ മുർസലുകളെ മുഴുവൻ സ്നേഹിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. എന്നാൽ അവസാനത്തെ പ്രവാചകനായ നമ്മുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നു, അല്ലാഹു പറയുന്നു, وأبناؤكم وإخوانكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره إن الله لا يهدي القوم الفاسقين. നബിയെ പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും, നിങ്ങളുടെ പിതാക്കളോ നിങ്ങളുടെ മക്കളോ, വഇഖ്വാനുകും വഅസ്വാജുകും, നിങ്ങളുടെ സഹോദരന്മാരോ നിങ്ങളുടെ ഭാര്യമാരോ, വഅശീറതുകും, നിങ്ങളുടെ കുടുംബക്കാരോ, വഅമ്വാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങളുടെ കുഞ്ഞുകൂട്ടിവെച്ച സമ്പാദ്യമോ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടമോ, വമസാകിന തർദൂനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി,
അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, പ്രതീക്ഷിച്ചിരുന്നു കൊള്ളുക. ായ ജനതയല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അള്ളാഹുവിന്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യമാരേക്കാൾ, മക്കളേക്കാൾ, കച്ചവടത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ, എല്ലാറ്റിനേക്കാളും അള്ളാഹുവും അവന്റെ റസൂലും പ്രിയപ്പെട്ടതായില്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രവാചക സ്നേഹം എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. പക്ഷേ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ചും, പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ചും, പ്രവാചകന്റെ പ്രബോധനത്തെക്കുറിച്ചും, പ്രവാചകന്റെ ഭരണത്തെക്കുറിച്ചും, ആ പ്രവാചകന്റെ അനുയായികളെ കുറിച്ചുമെല്ലാം മുൻ വേദഗ്രന്ഥങ്ങൾ വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട്. إني رسول الله إليكم جميعا الذي له ملك السماوات والأرض. അല്ലയോ ജനങ്ങളെ, അല്ലയോ മുസ്ലിങ്ങളെ എന്നല്ല, അല്ലയോ മുഅ്മിനീങ്ങളെ എന്നല്ല, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, അല്ലാഹുവിന്റെ ദൂതനാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ദൂതനാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു വിധാനിക്കുന്ന ഏകനായ രക്ഷിതാവിന്റെ ദൂതനാണ് നിങ്ങളിലേക്ക് ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ്. ആ പ്രവാചകന്റെ വരവിനെ കുറിച്ച് എല്ലാ വേദഗ്രന്ഥങ്ങളും ഒരുപോലെ നിർവചിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم يكتمون الحق وهم يعلمون. നിശ്ചയം പോലും നൽകപ്പെട്ട ആളുകൾ, തൗറാത്തും ഇൻജീലും നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികൾ, അവർക്ക് ഈ പ്രവാചകന്റെ വരവിനെ കുറിച്ചറിയാം, അവർക്ക് മുഹമ്മദ് നബിയെ കുറിച്ചറിയാം, ഏതുപോലെ അറിയാം. അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം. എങ്കിലും അവരുടെ വിഭാഗം സത്യത്തെ ജനങ്ങളിൽ നിന്നും ഓടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. الذين يجدونه مكتوبا عندهم في التوراة والإنجيل. അവരുടെ കൈകളിലുള്ള തൗറാത്തിലും ഇൻജീലിലും ഈ റസൂലിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. വ്യക്തമായ വൃത്താന്തങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ മുന്നേ ആ പ്രവാചകൻ വരുന്നുവെന്ന് തൗറാത്തിലും ഇൻജീലിലും ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സുബ്ഹാനല്ലാഹ് ഉണ്ടായിരുന്നു. സത്യമാണ്. ഇന്നും കാണാം ബൈബിളിലെ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ബഹുശൽ പുരാണത്തിൽ ആ പ്രവാചകനെ തോന്നിപ്പിക്കുന്ന, ആ പ്രവാചകനെ തോന്നിപ്പിക്കുന്ന ഒരുപാട് പരാമർശങ്ങൾ ബഹുശൽ പുരാണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആവർത്തന പുസ്തകം ബൈബിളിൽ പറയുന്നത് മോശെ പ്രവാചകനോട്, അതായത് മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവ് പറയുന്നതായിട്ടാണ് ആവർത്തന പുസ്തകത്തിന്റെ 18-ാം അധ്യായം 18-ാമത്തെ വചനത്തിലുള്ളത്. അതിപ്രകാരമാണ്, താങ്കളെ പോലെയുള്ള ഒരു പ്രവാചകന്, ആരെ പോലെയുള്ള, മൂസാ നബിയെ പോലെയുള്ള ഒരു പ്രവാചകനെ ഇസ്രായേൽ സമുദായത്തിന്റെ സഹോദര സമുദായത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് താങ്കൾക്ക് ശേഷം. മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. മൂസാ നബിയോട് അല്ലാഹു പറയാൻ, ഖുർആനിക വചനമല്ല, ബൈബിളിലുള്ള വാക്കാണ്. എന്താ പറയുന്നത്? താങ്കളെ പോലെയുള്ള, ആരെ പോലെയുള്ള, മൂസാ നബിയെ പോലെയുള്ള ഒരു പ്രവാചകനെ ഈ ഇസ്രായേൽ സമുദായത്തിന്റെ സഹോദര സമുദായത്തിൽ നിന്ന്. ഇസ്രായേൽ സമുദായത്തിന്റെ സഹോദര സമുദായം ആരാണ്? അറിയോ? അറിയില്ല. എന്താണ് ഇസ്രായേൽ സമുദായം എന്നറിയോ? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ വാപ്പാരാണ്? അറിയില്ല. ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ വാപ്പാരാണ്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയുടെ മൂത്ത മോന്റെ പേരെന്താണ്? ഇസ്മായിൽ. ഇസ്മായിൽ നബി ജീവിച്ചത് എവിടെയാണ്? മക്കത്താണ്, അറേബ്യയിൽ. ആ ഇസ്മായിൽ നബിയുടെ അനുജനാണ് ആര്? ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ മോനാണ് ആര്? യാക്കൂബ്
നബിയുടെ മറ്റൊരു പേരാണെന്ത്? ഇസ്രായേൽ. ഈ യാക്കൂബ് നബിയുടെ 12 മക്കളാണ് ഇസ്രായേലി പരമ്പരയിലെ 12 ഗോത്രവർഗങ്ങൾ. ഈ ഇസ്രായേലി 12 ഗോത്രവർഗങ്ങളുടെ സഹോദര സമുദായം അവരുടെ മൂത്താപ്പയായ ഇസ്മായിൽ നബിയുടെ പരമ്പര, അതായത് അറബികൾ. ഇസ്രായേൽ വംശത്തിന് വേറൊരു സഹോദര സമുദായം ഇല്ല, അറബികൾ മാത്രമേ ഉള്ളൂ. ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി ഇവിടെ പറയപ്പെടുന്നത് അറബികളിൽ നിന്ന്. എന്നിട്ട് വീണ്ടും പറഞ്ഞു മൂസാ നബിയെ പോലെ, മോശെ പ്രവാചകനെ പോലെ. മോശെ പ്രവാചകനും യേശു പ്രവാചകനും മൂസാ നബിയും ഈസാ നബിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, ഒരുപോലെയല്ല. മൂസാ നബി സാധാരണ രീതിയിലാണ് ജനിച്ചത്. ഈസാ നബി ജനിച്ചത് സാധാരണ രീതിയിലാണോ? അല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് മറിയം ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് ഊഹൂതുകയാണ് ഉണ്ടായത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചിട്ടുണ്ട്, ഈസാ നബി വിവാഹം കഴിച്ചിട്ടില്ല. മൂസാ നബി സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്, ഈസാ നബി സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്തിട്ടില്ല. മൂസാ നബി ഒരു ഭരണകർത്താവായിരുന്നു, ഈസാ നബി ഒരു ഭരണകർത്താവായിരുന്നില്ല. എന്നാൽ നേരെ ഇങ്ങോട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നാലോ, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നാലോ, അത് മുഴുവനും മൂസാ നബി ജനിച്ചതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി ജനിച്ചത്. മൂസാ നബി കല്യാണം കഴിച്ചതുപോലെ മുഹമ്മദ് നബിയും കല്യാണം കഴിച്ചിട്ടുണ്ട്, പലായനം ചെയ്തിട്ടുണ്ട്, ഇവിടെയും പലായനം ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരുപോലെയാണ്. ആവർത്തന പുസ്തകത്തിന്റെ 18-ാം അധ്യായം 18-ാമത്തെ വചനം ശരിക്കും അങ്ങോട്ട് പരിശോധിച്ചാൽ അത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും. ഇനി ഭവിഷ്യ പുരാണത്തിൽ ഇതുപോലെ റസൂലിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവൻ ഇരുട്ടാകുമ്പോ ധർമ്മവും നന്മയും നീതിയും സത്യവും എല്ലാം നശിക്കുമ്പോ ആ നീതിയുടെയും സത്യത്തിന്റെയും പുനഃസ്ഥാപനത്തിന് ഒരു ആചാര്യൻ കടന്നുവരും. ആ ആചാര്യന് 4 ശിഷ്യന്മാരുണ്ടായിരിക്കുമെന്ന് ഭവിഷ്യ പുരാണം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. മാത്രമല്ല ആചാര്യനെ കുറിച്ച് മാത്രമല്ല, ആ ആചാര്യനെ പിൻപറ്റുന്ന അനുയായികളെ കുറിച്ച് വരെ ഭവിഷ്യ പുരാണം പറഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ആ ശ്ലോകം തുടങ്ങും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമതായി പറഞ്ഞറിയാം, നമ്മൾ ചേലാകർമ്മം ചെയ്യുന്ന, ചേലാകർമ്മം എന്നറിയോ? സർക്കംസിഷൻ. ചേലാകർമ്മം ചെയ്യും, മാംസഭക്ഷണങ്ങൾ കഴിക്കും, കുടുംബവൃത്തിയില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉച്ചത്തിൽ ആഹ്വാനം ചെയ്യും. ബാങ്കിനെ കുറിച്ചുള്ള സൂചനയാണത്. ശരിക്കും ബാങ്കിനെ കുറിച്ചുള്ള സൂചനയാണ്. ലോകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉച്ചത്തിൽ ആഹ്വാനം ചെയ്യുന്ന ഒരേ ഒരു മതവിഭാഗം മുസ്ലിം ഉമ്മത്താണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ കാര്യമൊന്നുമല്ല. ശരിക്കും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു എന്താ അറിയോ? അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു സയസീബു അല്ലദീന അജ്റമു സഗാറുൻ ഇൻദല്ലാഹി വഅദാബുൻ ശദീദുൻ ബിമാ കാനൂ യംകുറൂൻ ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം വമൻ യുരിദ് അൻ യുضില്ലഹു യജ്അൽ സദ്റഹു ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. അല്ലാഹുവിന്റെ വാക്കുകളാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു അഅലമു ഹൈതു യജഅലു റിസാലതഹു. അല്ലാഹുവിന്റെ സന്ദേശം എപ്രകാരം എത്തിക്കണമെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. വളരെ വ്യക്തമായി പഠിച്ചു തമ്പുരാനറിയാം. അതിന് നമ്മളൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ പല ആൾക്കും സംശയമാണ്, അവിടെ ഒന്നും ദാവത്ത് എത്തിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവരൊക്കെ പിടിച്ച് നരകത്തിലിടാൻ? എത്തിയിരിക്കും അവർക്ക് ദാവത്ത്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ബാങ്ക് കേൾക്കാത്ത ആൾ ലോകത്ത് കുറവല്ല. നിങ്ങൾക്കറിയോ, ഈ ഗ്ലോബിൽ, ഭൂമിയിൽ ഒരു നിമിഷം പോലും ബാങ്ക് നിലക്കുന്നില്ല. ഭൂമിയുടെ അച്ചുതണ്ട് ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ ഓരോ സെക്കൻഡിലും ഇപ്പോ ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും ബാങ്ക് ഉയർന്നുകൊണ്ടിരിക്കും. ബാങ്ക് നിലക്കുന്നില്ല. ഭൂമിയിൽ അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ ധ്വനി നിലച്ച ഒരു സെക്കൻഡ്
പോകില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇശാ കഴിയുമ്പോ വേറെ സ്ഥലത്ത് സുബഹിയാവും, അവിടെ സുബഹി കഴിയുമ്പോ വേറെ സ്ഥലത്ത് ദുഹറാവും, വേറെ സ്ഥലത്ത് അസറാവും. ഇങ്ങനെ 24 മണിക്കൂറും ഭൂമിയുടെ വിവിധ കോണുകളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 5 നേരം സാധാരണ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ 5 നേരം ഒരു ദിവസം ബാങ്ക് കേൾക്കാൻ, ഈ 5 നേരം കേൾക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ട ബാധ്യത ബുദ്ധിയുള്ള മനുഷ്യനുണ്ടോ ഇല്ലയോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇത് അന്വേഷിക്കാതെ നാളെ പടച്ചോന്റെ അടുത്ത് പോകുമ്പോൾ പടച്ചോൻ പറയും 5 വട്ടം നിന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഒരു ദിവസം. ഒരു വട്ടല്ല 5 വട്ടം. 10 ദിവസം ആകുമ്പോഴേക്ക് 50 വട്ടം പറഞ്ഞു. ഒരു മാസം 150 വട്ടം ഓണിത് കേൾക്കുന്നുണ്ട്. എന്താ കേൾക്കുന്നത്? ഈ ലോകത്തെ മുഴുവനും പടച്ച ഒരൊറ്റ രക്ഷിതാവ് മാത്രമാണ് ആരാധനക്കത്. മുഹമ്മദ് റസൂലുള്ളാഹ്, ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ ദൂതനാണ് മുഹമ്മദ് എന്ന് ഇങ്ങനെ ആവർത്തിച്ച് കേട്ടോണ്ടേയിരിക്കാൻ അല്ലാഹ്ക്കറിയാം എപ്രകാരം ബാങ്ക് എന്ന് പറഞ്ഞ വല്ലാത്ത അത്ഭുതമാണ്. പക്ഷേ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്ലാമിലേക്ക് വേണ്ടി അവരുടെ ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുന്നതാണ്, അവർ ഇസ്ലാമിനെ പുതുകയും ചെയ്യുന്നതാണ്. എന്നാൽ ചില ആളുകളുടെ ഹൃദയം കുറുസായി പോകുന്നതാണ്, ചില ആളുകളുടെ ഹൃദയം ഒടുങ്ങിപ്പോകുന്നതാണ്. അവർക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇസ്ലാമിന്റെ പാന്താവിലേക്ക് പ്രവേശിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അവരുടെ ഹൃദയം ഒടുങ്ങിയതായിരിക്കും. ഇതുപോലെ ആകാശത്തിന്റെ അനന്തതയിലേക്ക്, ആകാശത്തിന്റെ മുകളിലേക്ക് അവൻ കയറിപ്പോകുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിനും നെഞ്ചിനും എപ്രകാരമാണോ ഒഴുക്കം സംഭവിക്കുക, അതുപോലെ അവന്റെ ഹൃദയം ഒടുങ്ങിപ്പോകുന്നതാണ്, അവന്റെ മനസ്സൊടുങ്ങിപ്പോകുന്നതാണ്. യാതൊരു വലിയ ശാസ്ത്രീയ സത്യം വിളിച്ചു പറയുന്നുണ്ട്. എന്താ അറിയോ? റസൂലിന്റെ കാലത്ത് വിമാനമില്ല, പാരച്യൂട്ടില്ല, ഹെലികോപ്റ്റർ ഇല്ല, ഒരു പരിധിക്കപ്പുറം റസൂൽ പോയിട്ടില്ല, സഹാബത്ത് പോയിട്ടില്ല, ആരും പോയിട്ടില്ല. പക്ഷേ ഈ പർവ്വതാരോഹകർ, അവർക്കൊക്കെ പർവ്വതാരോഹകർ എന്ന് മനസ്സിലായോ? വലിയ വലിയ മലക്ക് എവറസ്റ്റിന്റെ ഒക്കെ മുകളിൽ കയറുന്ന ആളുകൾ, എവറസ്റ്റ്, ആനമുടി, അതിനൊക്കെ മുകളിൽ കയറുന്ന ആളുകൾക്കറിയാം ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എയറിന്റെ പ്രഷർ കുറയും. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എയറിന്റെ പ്രഷർ കുറയും. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള പ്രഷറിനേക്കാൾ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കുറയുമ്പോൾ നമ്മുടെ നെഞ്ചി ഇടുന്നു, ഹൃദയം ഇടുന്നു, ചില സമയത്ത് രക്തധമനികൾ പൊട്ടിപ്പോകും, അങ്ങനെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അടുത്ത കാലത്ത് കണ്ടെത്തിയതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? അവിശ്വാസിയായ മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ചല്ല പറഞ്ഞത്. അവൻ ആകാശത്തിന്റെ അനന്തതയിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ അവന്റെ ഹൃദയം ഒതുങ്ങിപ്പോകുന്നതാണ്, അവന്റെ രക്തധമനികൾ ഒതുങ്ങിപ്പോകുന്നതാണ്, അവന്റെ നെഞ്ചിടുങ്ങിപ്പോകുന്നതാണ്. അല്ലാഹ്ക്കല്ലാണ്ട് വേറെ ആർക്കും ഇതൊന്നും പറയാൻ കഴിയില്ല സഹോദരങ്ങളെ, ആർക്കും കഴിയില്ല. ലോകത്തിന്റെ സൃഷ്ടാവിനല്ലാതെ നിരക്ഷരനായി എഴുതാനും വായിക്കാനും അറിയാത്ത ഹുദൈബിയ സന്ധിയിൽ സുഹൈൽ ഇബ്നു അംർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഏതാണ് റഹ്മാനുർ റഹീം എന്ന് തന്റെ അനുയായി അലി റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാനും വായിക്കാൻ അറിയാത്ത ഉമ്മിയായ പ്രവാചകൻ, ആ പ്രവാചകൻ എങ്ങനെയാണ് ഈ കാലത്ത് എത്രയോ കാലഘട്ടത്തിന് ശേഷം കണ്ടെത്താൻ പോകുന്ന ശാസ്ത്രീയ സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. പറഞ്ഞു വരുന്നത് ബാങ്കിനെ കുറിച്ച് ഭവിഷ്യ പുരാണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് നബിയെ കുറിച്ചും ആ ആചാര്യന്റെ അനുയായികളെ കുറിച്ചും ആ അനുയായികളുടെ അടയാളങ്ങളെ കുറിച്ചുമെല്ലാം ഭവിഷ്യ പുരാണത്തിലും അതുപോലെ തന്നെ ബൈബിളിലുമെല്ലാം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാലോകർക്കുള്ള പ്രവാചകനാണ്. പ്രവാചകൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കുറിച്ച് പറഞ്ഞെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. താങ്കളെ നാം അയച്ചിട്ടില്ല, താങ്കളെ നാം അവതരിപ്പിച്ചിട്ടില്ല ലോകത്ത്
കാരുണ്യമായിട്ടല്ലാതെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല ആകാശത്തുള്ള മലക്കുകൾക്കടക്കം ആകാശത്തുള്ള അല്ലാഹുവിന്റെ മുഖറബുകളായ മലായികത്തുകൾക്കടക്കം കാരുണ്യമായി കൊണ്ടാണ് ലോകത്തിന്റെ ദൂതൻ തിരുദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പൂജാതനായത്. ഈ ലോകത്തേക്ക് ജനിച്ചത് മാലോകർക്കും ആകാശലോകത്തുള്ളവർക്കും മുഴുവനും കാരുണ്യമായി കൊണ്ടാണ്. ആ പ്രവാചകൻ വന്നത് ഉത്തമമായ സ്വഭാവത്തോടെയാണ്, ഉന്നതമായ വ്യക്തിത്വത്തോടെയാണ്. സൂറത്തുൽ ഖലമിലൂടെയുള്ള പറയുന്നു വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ നബിയെ, വല്ലാത്തൊരു പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ നബിയെ. ഫബിമാ റഹ്മത്തിൻ അല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലൻഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് താങ്കളുടെ ഹൃദയം എത്രയോ വിശാലമാണ്. താങ്കളുടെ ഹൃദയമെങ്ങാനും കുടുസായിരുന്നെങ്കിൽ, ഇടക്കമുള്ളതായിരുന്നെങ്കിൽ താങ്കളുടെ ഹൗലിലുണ്ടായിരുന്ന ചുറ്റിലുമുണ്ടായിരുന്ന അനുയായികൾ എന്നെ പിരിഞ്ഞു പോയേനെ. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞതാ, അള്ളാഹിന്റെ സർട്ടിഫിക്കറ്റാണ്, താങ്കൾ എത്രയോ നല്ലൊരു മനുഷ്യനാണ്, താങ്കളുടെ ഹൃദയം വിശാലമാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അല്ലെങ്കിലും പ്രവാചകന്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കുക സഹോദരങ്ങളെ. റസൂൽ അനുഭവിക്കാത്ത എന്ത് വേദനയാണ് ഉണ്ടായിട്ടുള്ളത്, എന്ത് കഷ്ടപ്പാടും പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ കഴിയോ ആ കഷ്ടപ്പാടുകൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ ജനിക്കുമ്പോൾ ഉപ്പയില്ല, നബി ജനിക്കുമ്പോൾ ഉപ്പയില്ല, ജനിക്കുന്നതിന്റെ മുന്നേ ഉപ്പ പോയി യതീമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് റസൂലുള്ള വരുന്നത്. അബ്ദുൽ മുത്തലിബ് മരിച്ചുപോയി, അനാഥ ബാലനായിട്ടാണ് റസൂലുള്ള ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. പ്രവാചകൻ ജനിക്കുന്ന സമയത്താണെങ്കിൽ റസൂലിന്റെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെ കൈകൾ കാലിയായിരുന്നു, കച്ചവടം നഷ്ടത്തിലായിരുന്നു. പ്രവാചകൻ ജനിക്കുന്നത് അറിയുന്നത് ആ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ് ദാരിദ്ര്യത്തിലായിരുന്നു. ആ പ്രവാചകൻ ജനിച്ചിട്ട് മക്കയിൽ ഒരു പതിവുണ്ട്, എന്തെന്നറിയോ? കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് മുലയൂട്ടാൻ കൊടുക്കും കുട്ടികളെ 2-3 വർഷം. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെയുള്ള ശുദ്ധമായ അറബി ഭാഷ സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണല്ലോ പട്ടണങ്ങളിലൊന്നും ശുദ്ധമായ അറബി ഭാഷ ഉണ്ടാവും. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ മാംഗ്ലൂർ, കേരളവും കർണാടകയും കൂടിച്ചേരുന്ന ഈ മാംഗ്ലൂർ പോലെ എന്തൊക്കെ ഭാഷയാണ്? തുളു, ബ്യാരി, വേറെ എന്തൊക്കെയോ ഭാഷകളുണ്ട്. ശരിക്കും ശുദ്ധമായ കർണാടക കേൾക്കണമെങ്കിൽ കർണാടകയുടെ ഉൾപ്രദേശങ്ങളിൽ പോകണം. ഇപ്പൊ നമ്മൾ കേരളത്തിലായാലും അങ്ങനെ തന്നെ. ഇപ്പൊ കോഴിക്കോട് സിറ്റിയിൽ വന്ന ശുദ്ധമായ മലയാളം ഒന്നും കേൾക്കാൻ കഴിയൂല, മറിച്ച് കുറെ ഇംഗ്ലീഷ് അതിന്റെ ഇടയിലുണ്ടാവും, കുറെ ആഡ് ഉണ്ടാവും. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയ ശുദ്ധമായ മലയാളം കേൾക്കാൻ കഴിയും, ശുദ്ധമായ തനിച്ച മലയാളം. അത് കേൾക്കണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് പോകണം. അതന്നെയായിരുന്നു അറേബ്യയിലെ സ്ഥിതി. ഗ്രാമപ്രദേശങ്ങളിലാണ് ശുദ്ധമായ അറബി ഭാഷ സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് ആ ശുദ്ധമായ അറബി കിട്ടുന്നതിന് വേണ്ടി കുട്ടികളെ ഗ്രാമപ്രദേശത്തിലെ സ്ത്രീകൾക്ക് മുലയൂട്ടാൻ കൊടുക്കുന്നത് അറേബ്യയിലെ ഒരു പതിവായിരുന്നു. എല്ലാ വർഷവും ഒരു നിശ്ചിത സമയമാകുമ്പോ ഗ്രാമത്തിൽ നിന്ന് കുറെ പെണ്ണുങ്ങളും പിന്നെ ഭർത്താക്കന്മാരൊക്കെ മക്കയിലേക്ക്, മക്ക വലിയ പട്ടണമാണ്, അന്നേ വലിയ പട്ടണമാണ്. ലോകത്തിലെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ ആളുകൾ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും വരുന്ന, കാബ കാണാനൊക്കെ വരുന്ന വലിയ പട്ടണം. ആ പട്ടണത്തിലേക്ക് ഉൾഗ്രാമങ്ങളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ വരും, ദമ്പതികൾ. എന്തിനാണെന്നറിയോ? കുട്ടികളെ ഏറ്റെടുക്കാൻ. റസൂലുള്ള ജനിച്ച ദിവസവും അങ്ങനെ ആളുകൾ വന്നു. അബ്ദുൽ മുത്തലിബ് തന്റെ കുഞ്ഞിനായിട്ട് പോയി, തന്റെ പേരക്കിടാവിനെ, മരിച്ചുപോയ തന്റെ മകന്റെ പ്രിയപ്പെട്ട പുത്രൻ മുഹമ്മദിനെയുമായി അബ്ദുൽ മുത്തലിബ് ആ ആളുകൾക്കിടയിലേക്ക്, ആ സ്ത്രീകൾക്കിടയിലേക്ക് പോയി. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല, ഒരു സ്ത്രീയും തയ്യാറായില്ല. കാരണം എന്താണെന്നറിയോ? പ്രതിഫലം കിട്ടില്ല, പണം കിട്ടില്ല. മുഹമ്മദിനെ ഏറ്റെടുത്താൽ പണം തരാൻ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ പണമില്ല. മുഹമ്മദ് ആണെങ്കിൽ അനാഥ ബാലനുമാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെയാണ് മഹദി ഹലീമ ബീബി മുഹമ്മദ്
റസൂലുള്ളാന്റെ മുഖത്തുള്ള ഓമനത്വം കണ്ടിട്ട്, ആ പരിഭാവനത്വം കണ്ടിട്ട് എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, ഞാൻ ഈ മോനെ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈനീട്ടി വാങ്ങിയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂടാരത്തിലേക്ക് പോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഹലീമ ബീവിയുടെ ജീവിതം മാറി മറിയാം. അവര് പറയുന്നു, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ ഒരു ചാവാലി കഴുതയാണ് എന്റെ കയ്യിലുണ്ടായിരുന്നത്. ആ കഴുത ഇങ്ങനെ നടക്കും, എല്ലാരും കുറെ മുന്നിലെത്തുമ്പോൾ കഴുത കുറെ വേക്കിലുണ്ടാവും. എന്നിട്ട് അവസാനം എല്ലാരും കുറെ മുന്നിൽ പോയിട്ട് എന്നെ അവിടെ കാത്തുക്കും. പിന്നെ ഈ കഴുത മെല്ലെ എഴിഞ്ഞ് 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 അവിടെ എത്തും. ഈ കഴുതപ്പുറത്താണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തിരുന്നത്. ഞങ്ങൾക്കൊരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ അകിട് നിറഞ്ഞിട്ട് മാസങ്ങളായി പാലേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അതിൽ നിന്ന് കുടിക്കാൻ. അങ്ങനെ എന്റെ മുലപ്പാല് വറ്റിയിട്ട് പാലില്ലാതെ എന്റെ മോന് കൊടുക്കാമോ എനിക്ക് പാലുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ മുഹമ്മദിനെ കണ്ടപ്പോ ഏറ്റെടുക്കണമെന്ന് എനിക്ക് തോന്നി, ഞാൻ ഏറ്റെടുത്തു. പക്ഷേ ആ പിഞ്ചു പൈതലുമായി ഞാൻ എന്റെ കൂടാരത്തിലേക്ക് തിരിച്ചു വന്ന അന്ന് രാത്രി കൂടാരത്തിന്റെ പുറത്തു നിന്ന് എന്റെ ഒട്ടകം ശബ്ദിക്കുന്നതായി ഞാൻ കേട്ടു. ആ ശബ്ദം എന്താണെന്ന് പരിശോധിക്കാൻ ഞാൻ കൂടാരത്തിന്റെ പുറത്തിറങ്ങി നോക്കിയപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, ആ ഒട്ടകത്തിന്റെ മാറിടം തുടിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് കറന്നു നോക്കി, ശക്തിയോടുകൂടി ആ ഒട്ടകത്തിന്റെ മാറിടത്തിൽ നിന്ന് പാല് പുറത്തേക്ക് വരാൻ ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചു, കാണിച്ചു കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും മതിവരുവോളം പാല് കുടിച്ചു. ഞാൻ എന്റെ മോനെ പാലൂട്ടി, മുഹമ്മദിനെയും പാലൂട്ടി. തിരിച്ചു മുഹമ്മദുമായി ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഇങ്ങോട്ട് വരുമ്പോ ചാവാലിയായി നടന്നിരുന്ന എന്റെ കഴുത വലിയൊരു ഉജ്ജ്വലത കിട്ടിയതുപോലെ, എന്തോ ഒരു ഉത്സാഹം കിട്ടിയതുപോലെ, എന്തോ ഒരു നവചൈതന്യം കിട്ടിയതുപോലെ മറ്റു കഴുതകളെയും ഒട്ടകകളെയും എല്ലാം പിന്നിലാക്കിക്കൊണ്ട് അവയുടെ മുന്നിൽ ഉഷാറോടുകൂടി നടന്നുകൊണ്ടിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഹലീമ ബീവിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സുപ്രസിദ്ധമായ ഒരു സംഭവം നടക്കുന്നത്. രണ്ട് മലക്കുകൾ വരികയും പ്രവാചകന്റെ ഹൃദയം കീറിമുറിക്കുകയും ആ ഹൃദയം കഴുകുകയും പഴയ സ്ഥാനത്ത് തിരിച്ചു വെക്കുകയും ചെയ്യുന്ന ആ സംഭവം നടന്നതോടുകൂടി ഹലീമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ബീവിക്ക് തിരികെ ഏൽപ്പിക്കുകയാണ്. പേടിച്ചിട്ട് പ്രവാചകനെ പിരിയാനൊന്നും ഹലീമ ബീവിക്ക് മനസ്സുണ്ടായിരുന്നില്ല. പേടിച്ചിട്ട് തിരിച്ചു കൊടുത്തതാണ്. നിങ്ങൾക്കറിയാം സഹോദരങ്ങളെ, 4-ാമത്തെ 5-ാമത്തെ വയസ്സിൽ എന്റെ ഉമ്മാന്റെ കൂടെ തിരിച്ചെത്തിയ പ്രിയപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മാതൃത്വത്തിന്റെ അടിത്തട്ടിൽ കിടക്കാൻ ഒരുപാട് നാളൊന്നും ഭാഗ്യമുണ്ടായിട്ടില്ല. 6-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുമ്പോ അൽ-അബുവ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കഠിനമായ പനി ബാധിക്കുകയും ആ പനി മൂർച്ഛിക്കുകയും രോഗം മൂർച്ഛിക്കുകയും അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബീവി പ്രിയപ്പെട്ട പ്രവാചകന്റെ കൺമുന്നിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. അവിടെ ആ പ്രവാചകന്റെ ഉമ്മയെ മറമാടിയിട്ടാണ് അടിമസ്ത്രീയും ആ ആമിന ബീവിയുടെ അടിമയും മുഹമ്മദ് റസൂലുള്ളാഹി 6 വയസ്സുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മക്കയിലേക്ക് പോകുന്നത്. എത്രത്തോളം ഒരു ബാലൻ ജനിക്കുന്നതിന്റെ മുന്നേ ഉപ്പാനെ നഷ്ടപ്പെട്ടു. ജനിച്ചു കഴിഞ്ഞ 6 വയസ്സ് ബാല്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ മുന്നേ ഉമ്മാനെ നഷ്ടപ്പെട്ടു. പക്ഷേ വാത്സല്യനിധിയായ കാരുണ്യത്തിന്റെ നിറകുടമായ അബ്ദുൽ മുത്തലിബ് എന്ന് കണ്ട ഉപ്പാപ്പ 2 കൈകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്വീകരിച്ചു, സംരക്ഷിച്ചിരുത്തി തന്റെ ഇരിപ്പിടത്തിൽ. അബ്ദുൽ മുത്തലിബിന്റെ കാബാ ഷരീഫിന്റെ അടുത്തുള്ള ഇരിപ്പിടത്തിൽ ആരും കയറുമായിരുന്നില്ല. പക്ഷേ മുഹമ്മദ് നബി ബാലനായിരിക്കുമോ റസൂലുള്ള ആ ഇരിപ്പിടത്തിൽ ഇങ്ങനെ കയറുമായിരുന്നു. ആളുകൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ തടയാൻ നോക്കും. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറയും, വേണ്ട, അവൻ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള കുട്ടിയാണ്, അവൻ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ റസൂലുള്ളാഹിന്റെ 8-ാമത്തെ വയസ്സിൽ ആ അത്താണിയും നഷ്ടപ്പെടുകയാണ്. ആ വാത്സല്യനിധിയായ ഉപ്പയും പ്രവാചകനും നഷ്ടപ്പെടുകയാണ്, മരിക്കുകയാണ്. അവിടെ നിന്നോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏറ്റെടുത്തത്, സംരക്ഷണം ഏറ്റെടുത്തത് മഹാനായ അബൂ താലിബാണ്. പ്രവാചകന്റെ ഇളയപ്പ, പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന, പ്രവാചകൻ ഒരുപാട് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിരുന്ന അബൂ താലിബ്. ആ അബൂ താലിബിന് പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് സഹോദരങ്ങളെ ഒരു സ്റ്റേജിൽ പ്രോഗ്രാമിൽ എന്റെ നാട്ടില് പാപ്പൻശ്ശേരി 2 കിലോമീറ്റർ ഉണ്ട് വളവട്ടണത്തേക്ക്. ആ വളവട്ടണത്തുള്ള ഒരു തങ്ങൾ ഇങ്ങനെ ഉറക്കുറക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു ആ വീഡിയോയിൽ. എന്താണ് പ്രാർത്ഥന എന്നറിയോ? ഉപ്പുപ്പ എന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. തങ്ങളാണല്ലോ. അപ്പൊ അവന്റെ ഉപ്പുപ്പ എന്ന് പറയുന്നത്
നബിയാണ്, മുഹമ്മദ് നബിയാണ്. നബിനെ വിളിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്യാണ്, ഉപ്പ ഈ സദസ്സ് സ്വീകരിക്കണേ ഉപ്പ, ഞങ്ങളെ സ്വർഗത്തിലെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇങ്ങനെ പ്രചരിച്ചു വരുന്നേ ഉള്ളൂ, എത്തും. ഞങ്ങളെ സ്വർഗത്തിലാക്കണേ ഉപ്പ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ ഉപ്പ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, റസൂലുള്ളാഹിക്ക് നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനും സ്വർഗത്തിലാക്കുവാനും കഴിവുണ്ടായിരുന്നെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഇളയപ്പ 8ാമത്തെ വയസ്സ് തൊട്ട് തന്റെ 40ാമത്തെ വയസ്സിന്റെ നുബുവത്തിന്റെ കാലഘട്ടം വരെയും അതിനുശേഷവും തന്റെ ഇടവും വലവും മുന്നിലും പിന്നിലും ഒരു സംരക്ഷണത്തിന്റെ ചെങ്കോട്ടയായി നിലനിന്നിരുന്ന അബൂ താലിബിനെ പ്രവാചകൻ സ്വർഗത്തിലാക്കുമായിരുന്നില്ല സഹോദരങ്ങളെ. അബൂ താലിബിന്റെ മരണത്തിന്റെ സന്ദർഭം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഖുറൈശികളെ മുഴുവനുണ്ട് അബൂ താലിബിന്റെ കട്ടിലിന്റെ ചുറ്റിലും. അവിടെ പ്രവാചകൻ വിഷമത്തോടുകൂടി ദുഃഖഭാരത്തോടുകൂടി അവിടെ തന്റെ ഇളയപ്പയുടെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ, കാരണമുണ്ട് സഹോദരങ്ങളെ പ്രവാചകൻ അത്ര വേദനിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ അറിയോ? 3 വർഷം ബഹിഷ്കരിച്ചപ്പോ മക്കയിൽ നിന്ന് പച്ചവെള്ളം കൊടുക്കാതെ ഭക്ഷണമൊന്നും കൊടുക്കാതെ പ്രവാചകനെയും 100 കണക്കിന് അനുയായികളെയും താഴ്വരയിൽ ബഹിഷ്കരിച്ചപ്പോ അവിടെ രാത്രി വൈകിയാലും അബൂ താലിബ് ഉറങ്ങുമായിരുന്നില്ല, ഉറക്കം വരുമായിരുന്നില്ല അബൂ താലിബിന്. കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹി എണീച്ചിട്ട് അബൂ താലിബിന്റെ വിരിപ്പിൽ പോയി ഇരുന്നാൽ അബൂ താലിബ് പറയും, മോനെ നീ ഇവിടെ കിടക്ക്, എന്റെ വിരിപ്പിൽ നീ കിടക്ക്, നിന്റെ വിരിപ്പിൽ ഞാൻ പോയി കിടക്കാം, നീ മുഴുവൻ പുതപ്പ് മൂടിയിട്ട് കിടന്നാൽ മതി. ഏതെങ്കിലും ശത്രുക്കൾ വന്ന് കൊല്ലുന്നുണ്ടെങ്കിൽ നീയാണെന്ന് വിചാരിച്ച് ഈ വൃദ്ധരായ എളാപ്പാനെ കൊന്നോട്ടടാ, നീ മരിക്കരുത് എന്ന് പറഞ്ഞ എളാപ്പ അത്രത്തോളം സ്നേഹമായപ്പോൾ റസൂലുള്ളാഹി വരാതെ മുഹമ്മദ് വരാതെ അബൂ താലിബ് ഭക്ഷണം കഴിക്കുമായിരുന്നില്ല, വീട്ടിൽ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല, വെള്ളം കുടിക്കുമായിരുന്നില്ല. പ്രവാചകൻ വീട്ടിൽ വരണം, എന്നിട്ട് തന്റെ ഒന്നിച്ചിരുന്നാലേ അബൂ താലിബ് ഭക്ഷണം കഴിച്ചിരുന്നു. സ്വന്തം മക്കളെ കാത്തു നിൽക്കില്ല, അത്രക്ക് സ്നേഹിച്ചിരുന്നു തന്റെ അനുജന്റെ മകനെ അബൂ താലിബ്. അതുകൊണ്ടാണ് ആ സ്നേഹവായ്പയോട് തന്റെ പിതാവും മാതാവും ഉപ്പയും ഉമ്മുമ്മയുമായ ഒക്കെ തന്റെ ജീവിതം മുഴുവൻ ഒന്നിച്ചുണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ, പ്രിയപ്പെട്ട ഇളയപ്പ മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി ആ ഇളയപ്പാന്റെ തലയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ? ഇളയപ്പ ഒറ്റവട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞാൽ അള്ളാന്റെ കോടതിയിൽ ഞാൻ അത് വെച്ച് വാദിക്കാം, എനിക്ക് അള്ളാഹിനോട് താങ്കൾക്ക് വേണ്ടി അത് വെച്ച് പറയാൻ കഴിയും എന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോ അബൂ താലിബ് ഖുറൈശി കൂട്ടങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ അവിടെ ഇങ്ങനെ അബൂ ജഹലും മുത്തുമുത്തും ഷൈബത്തൊക്കെ ഇങ്ങനെ കൈകെട്ടിയിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുക. അപ്പൊ അബൂ താലിബിന് ദുരഭിമാനം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇല്ല മുഹമ്മദ് മോനെ, എനിക്ക് പറയാൻ കഴിയില്ല, നിന്നോട് വിരോധം ഉണ്ടായിട്ടല്ല, ദേഷ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന്റെ സമയത്ത് ഭീരുവായ അബൂ താലിബ് മുഹമ്മദിന്റെ മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇവനെന്നെ പരിഹസിക്കും, അത് സഹിക്കാൻ ഈ ഇളയപ്പൊക്കെ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല മോനെ എന്ന് പറഞ്ഞിട്ടാണ് അബൂ താലിബ് മരിച്ചത്. മരിക്കുമ്പോ തലയുടെ ഭാഗത്ത് റസൂലുണ്ട്, പ്രവാചകനുണ്ട്. മരിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല, കവിൾത്തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുക, ഹൃദയം മുഴുവൻ ദുഃഖമാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് സങ്കടം പറയണമെന്നറിയില്ല. ദുഃഖഭാരം കൊണ്ട് പ്രവാചകന്റെ ഹൃദയം പിളർന്നു പോകുമാറ് വേദനിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങി. അള്ളാഹു പറയുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയില്ല, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് നിർമാർഗം കാണിച്ചു കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നിർമാർഗം കാണിച്ചു കൊടുക്കുന്നത്. പടച്ച റബ്ബാണ് നിർമാർഗത്തിലാക്കുന്നത്. യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ആരെ അല്ലാഹു വഴിപിഴപ്പിച്ചോ അവനെ നേർവഴിയിലാക്കുവാൻ ആർക്കും എന്ന് കഴിയില്ല. വമൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു. ആരെ അല്ലാഹു നേർവഴിയിലാക്കാൻ തീരുമാനിച്ചു ഈ ലോകത്തിന്റെ സർവ്വസന്നാഹങ്ങളും ഒരുമിച്ച് വിചാരിച്ചിട്ട് അവനെ വഴിപിഴപ്പിക്കുവാൻ നോക്കിയാലും സാധ്യമല്ല തന്നെ. അല്ലാഹുവിന്റെ തീരുമാനമാണത്. നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. അല്ലാഹുവേ, നീ തടഞ്ഞത് തരാൻ ആരുമില്ല, നീ തന്നത് തടയാൻ ആരുമില്ല. നിന്റെ വിധിക്ക് തടസ്സം നിൽക്കാൻ ഒരു ഔലിയക്കോ ബാബക്കോ ബീവിക്കോ ഔലിയാക്കൾക്കോ അമ്പിയാക്കൾക്കോ ശുഹദാക്കൾക്കോ സാലിഹീങ്ങൾക്കോ ആബിദീങ്ങൾക്കോ കഴിയുന്നതല്ല.
ഞാൻ നിന്റെ തീരുമാനത്തിനനുസൃതമാണ്. ഈ പ്രപഞ്ചം ചലിക്കുന്നത് നിന്റെ തീരുമാനത്തിനനുസരിച്ചാൽ, ഈ ലോകം ചലിക്കുന്നത് നിന്റെ തീരുമാനത്തിനനുസരിച്ചാൽ, എന്റെ ഹൃദയം പിടിക്കുന്നത് നിന്റെ തീരുമാനത്തിനനുസരിച്ചാൽ, എന്റെ കണ്ണുകൾ ലിമകെട്ടുന്നത് പോലും റബ്ബേ നിന്റെ തീരുമാനത്തിനനുസരിച്ചാൽ. അതില്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് നടക്കില്ല നാഥ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തിരുത്തി കൊടുത്തു, നബിയെ വിഷമിക്കണ്ട, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയില്ല. എന്നിട്ടാണ് ഇവിടുന്ന് ഉപ്പുപ്പ ഹിദായത്തിലാക്കണേ, ഉപ്പുപ്പ സ്വർഗത്തിലാക്കണേ, ഉപ്പുപ്പ നരകത്തിൽ. എന്തൊരു പിടിത്താണ് സഹോദരങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. റസൂലുള്ളാഹിക്ക് ആരെയും നിർവഹിയിലാക്കാനോ ആരെയും പ്രേരിപ്പിക്കാനോ കഴിയില്ല. അത് അല്ലാഹുവിന്റെ സിഫത്താണ്. അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടി. ആ പ്രവാചകന്റെ വ്യക്തിത്വം വല്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കം ഫതഹും കഴിഞ്ഞു, മദീനയും തന്നെ കീഴിലായി, ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഞാനൊരു ആട്ടിടയനാണ്. മക്കയുടെ കുന്നിൻ ചെരുവുകളിൽ ഖുറൈശി കൂട്ടത്തിന്റെ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്ന കേവലം ആട്ടിടയൻ മാത്രമാണ് ഈ മുഹമ്മദ് എന്ന് ലക്ഷക്കണക്കായി വരുന്ന തന്റെ അനുയായി വൃന്ദത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ മനസ്സിന് സങ്കോചമില്ലാതിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് തന്റെ ഭൂതകാലം മറന്നിട്ടില്ല. ഇപ്പൊ ചിലപ്പോഴൊക്കെ ചില കുടുംബമൊക്കെ വളരെ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വീട്ടിൽ ഏതെങ്കിലും ഒരാൾ ഗൾഫിലേക്ക് പോയി കുറച്ച് സാമ്പത്തിക സ്ഥിതിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പഴയ കാലം പറയുന്നതിന്റെ മടിയാണ്. പഴയ കാലം പറയുന്നതെന്ന് നാണക്കേടാണ്. അവൻ പറയില്ല, പഴയ കാലത്ത് മീൻ കച്ചവടമായിരുന്നു, പഴയ കാലത്ത് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ലഡു കച്ചവടമായിരുന്നു, ഒന്നൊന്നും പറയാൻ ആളുകൾക്ക് മടിയാണ്. റസൂലിന് മടിയുണ്ടായിരുന്നില്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25ാമത്തെ വയസ്സിൽ സുപ്രധാനമായ ഒരു സംഭവം ജീവിതത്തിൽ നടക്കുകയാണ്. ആ സംഭവം മറ്റൊന്നുമല്ല, മക്കയിലെ ഒരു വലിയ കച്ചവടക്കാരി ഖദീജ ബീവി, അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചതാണ്. ഒരുപാട് പ്രമാണിമാരും പണക്കാരും ഖദീജ ബീവിയുടെ അടുത്ത് കല്യാണം ആലോചിച്ച് ചെന്നിട്ടുണ്ട്. ഖദീജ ബീവിക്ക് അവരൊന്നും ഇഷ്ടമായിട്ടില്ല. അവസാനം റസൂലുള്ളാഹിനെ കുറിച്ച് ഖദീജ ബീവി അറിഞ്ഞു. സത്യസന്ധനായ, സദ്ഗുണസമ്പന്നനായ നല്ലൊരു യുവാവ്. ആദ്യം കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. തന്റെ അടിമയെ അയച്ചിട്ടോ. ഖദീജ ബീവിയുടെ രീതി, അവർ ഇൻവെസ്റ്റ് ചെയ്യും, ക്യാപിറ്റൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് പുരുഷന്മാരെ ഏൽപ്പിക്കും. സിറിയയിലോ ഷാമിലോ പോയി കച്ചവടം ചെയ്തിട്ട് ലാഭത്തിന്റെ ഒരു വിഹിതം ഈ കച്ചവടം ചെയ്ത് പുരുഷന്മാർക്കും കൊടുക്കും, ബാക്കി താനും എടുക്കും. അങ്ങനെയാണ്. അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹ ക്ഷണിക്കുന്നത്. വലിയൊരു ലാഭവിഹിതം തന്നെ ഓഫർ ചെയ്തു. റസൂലുള്ളാഹി സ്വീകരിച്ചു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൈസറ എന്ന അടിമയുമായി കച്ചവടത്തിന് വേണ്ടി പോവാണ് ഷാമിലേക്ക്. തിരിച്ചു വരുമ്പോ സാധാരണ തനിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ ലാഭവുമായിട്ടാണ് കച്ചവട സംഘം തിരിച്ചു വരുന്നത്, തന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. ഖദീജ ബീവിക്ക് സന്തോഷമായി, തൃപ്തിയായി. മാത്രമല്ല, തൃപ്തിക്ക് പുറമെ മൈസറ എന്ന അടിമ ഖദീജ ബീവിയോട് പറഞ്ഞു, ആ പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റൊന്ന് കണ്ടിട്ടില്ല. എന്തൊരു മനുഷ്യനാണ്, എന്തൊരു നല്ല സ്വഭാവം. പുഞ്ചിരിച്ചിട്ട് മാത്രം സംസാരിക്കും, ഒരാളോട് പോലും കയർക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, കളവില്ല, വഞ്ചനയില്ല, ചതിയില്ല, സത്യസന്ധനാണ്, ധൈര്യശാലിയാണ്, ധീരനാണ്, നേരവ എന്നുള്ള വഴി മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. ഇങ്ങനെയുള്ള സദ്ഗുണങ്ങൾ മുഴുവനും കേട്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് അവരോട് പറഞ്ഞു, ഇതായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ അന്വേഷിച്ച എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ. അവരാലോചിച്ചു, മൈസറയെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി കല്യാണാലോചനയുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിച്ചു. അന്ന് ഖദീജ ബീവിക്ക് വയസ്സ് 40 ആയിരുന്നു, റസൂലുള്ളാഹി വയസ്സ് 25 ആയിരുന്നു. പല ആളുകളും പറയും പ്രവാചകൻ സ്ത്രീലമ്പടനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം വരെ പ്രവാചകൻ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അറിയുങ്ങൾ റസൂലുള്ളാഹി ഖദീജ ബീവിയുടെ മരണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുന്നത് മറ്റൊരു കല്യാണത്തെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പോലുമില്ല. എന്നിട്ടാണ് ആ പ്രവാചകനെ കുറിച്ച് സ്ത്രീലമ്പടനാണെന്ന് പറയുന്നത്. പ്രവാചകന്റെ അധിക വിവാഹത്തിന്റെ കാരണം എന്താണ് നിങ്ങൾക്കറിയോ? ലോകത്തൊരൊറ്റ നേതാവില്ല പ്രവാചകനെ പോലെ. കാരണം പ്രവാചകന്റെ ജീവിതത്തിന്റെ അണിയറ രഹസ്യങ്ങൾ വരെ മുസ്ലിങ്ങൾക്ക് പാഠമാണ്.
അതിനുവേണ്ടിയാണ് പ്രവാചകന്റെ അധിക വിവാഹം. എങ്ങനെയാണ് പ്രവാചകന്റെ രഹസ്യ ജീവിതം, എങ്ങനെയാണ് പ്രവാചകൻ നിന്നത്, ഇരുന്നത്, കുടിച്ചത്, തിന്നത്, ശുദ്ധീകരിക്കാൻ പോയത്, എല്ലാം മുസ്ലിങ്ങൾക്ക് മാതൃകയാണ്. അതാണ് പ്രവാചകന്റെ വിവാഹത്തിന്റെ കാരണം എന്ന് അംഗീകരിക്കാൻ പ്രവാചകന്റെ വൈരികൾക്ക് കഴിയില്ല എന്നതാണ് സത്യം. മുഹമ്മദ് ഖദീജ ദമ്പതികളുടെ ജീവിതം അതിസുന്ദരമായിരുന്നു. ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന, കവിതകൾക്ക് കാരണമാകാവുന്ന സുന്ദരമായ ദാമ്പത്യമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും. നിങ്ങൾക്കറിയോ, ഖദീജ ബിവിയുടെ മരണത്തിന് ശേഷം 14 കൊല്ലം കഴിഞ്ഞു. 14 കൊല്ലം കഴിഞ്ഞിട്ട് മക്കം ഫതഹിന്റെ അന്ന് കാബന്റെ ചുറ്റിലും സഹാബികൾ ഇങ്ങനെ നിന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് കരഘോഷം മുഴക്കുമ്പോ തല താഴ്ത്തിയിട്ട് റസൂൽ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവാ. സഹാബികൾ ഓടിച്ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹിനെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടാണ് റസൂൽ അങ്ങ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവളെ എനിക്കൊന്ന് കാണണം, എന്റെ പ്രിയപ്പെട്ടവളെ എനിക്കൊന്ന് കാണണം. ജനങ്ങൾ എന്നെ തഴഞ്ഞപ്പോ, ആളുകൾ എന്നെ പുറത്താക്കിയപ്പോ അവരെന്നെ ചേർത്ത് വെച്ചു. ജനങ്ങൾ എന്നെ ഒഴിവാക്കിയപ്പോ അവരുടെ വീട്ടിൽ ഇടം തന്നു. എനിക്ക് അവരെ ഒന്ന് കാണണം. അബൂ താലിബിന്റെയും ഖദീജ റളിയല്ലാഹുവിന്റെയും മരണം ഒരേ വർഷമാണ് ഉണ്ടാവുന്നത്. താങ്ങാൻ കഴിയാത്ത വേദനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം മുഴുവനും. പ്രവാചകന്റെ എല്ലാ സംരക്ഷണവും അവിടെ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്കറിയോ എത്രത്തോളം ഒരു ഭാര്യ എങ്ങനെയാവണമെന്ന ഏറ്റവും നല്ല മാതൃകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം എന്ന പുത്രൻ ഒഴികെ ബാക്കി എല്ലാ പുത്രന്മാരും പുത്രിമാരും ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് റസൂലിനുണ്ടായത്. വേറൊരു കാര്യം നിങ്ങൾക്കറിയോ, പ്രവാചകന്റെ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് ബാക്കിയുണ്ടായത്. ബാക്കി എല്ലാ മക്കളും പ്രവാചകന്റെ ഹയാത്ത് കാലത്ത് തന്നെ മരിച്ചിട്ടുണ്ട്. ആലോചിച്ചോക്ക്, സ്വന്തം മക്കൾ ഓരോന്നായി കൺമുന്നിൽ മരിച്ചു വീഴുന്നത് പ്രവാചകൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആ ഹൃദയവേദന പ്രവാചകൻ ഹൃദയത്തിൽ കടിച്ചമർത്തിയിട്ടുണ്ട്. ആ സങ്കടത്തിന്റെ സാഗരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അഹനിയ തുടക്കത്തിൽ പറഞ്ഞത്, പ്രവാചകൻ അനുഭവിക്കാത്ത എന്തെന്ത് വേദനയാണ് സഹോദരങ്ങളെ ഉള്ളത്, എന്തെന്ത് പ്രയാസമാണുള്ളത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് 37ാമത്തെ വയസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. ആ സ്വപ്നങ്ങൾ അതുപോലെ പുലരാൻ തുടങ്ങുന്നു. ആ സ്വപ്നങ്ങൾ പുലരാൻ തുടങ്ങുകയാണ്. പ്രവാചകത്വത്തിന്റെ തുടക്കമായിരുന്നു, നബുവത്തിന്റെ തുടക്കമായിരുന്നു. ജബലുന്നൂറിൽ ഹിറാ ഗുഹയിൽ എന്റെ താമസ സ്ഥലത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ജബലുന്നൂറിന്റെ മുകളിലുള്ള ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. മക്കാ മുശ്രിക്കുകളുടെ ബിംബാരാധന റസൂലിന് ഇഷ്ടമായിരുന്നില്ല. അവരുടെ മതപരമായ ആചാരങ്ങൾ പ്രവാചകന് ഇഷ്ടമായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ ഏകാന്തവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 40ാമത്തെ വയസ്സ് തികയുന്ന സമയത്ത്, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് 40ാമത്തെ വയസ്സ് തികയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ ഹിറാ ഗുഹയിൽ ഇറങ്ങി വന്നുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകൻ മറുപടി പറയുകയാണ്, എനിക്ക് വായിക്കാനറിയില്ല, എഴുതാനറിയില്ല. ശക്തമായി പിടിച്ചമർത്തുകയാണ്. എന്നിട്ട് വിട്ടുകൊണ്ട് വീണ്ടും പറയുകയാണ്, എനിക്ക് വായിക്കാനറിയില്ല. 3 വട്ടം ആവർത്തിച്ചു കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ലോകത്തെ നിത്യനവോജ്വലതയിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു മഹാഗ്രന്ഥത്തിന്റെ അവതരണമോടെ തുടങ്ങുകയാണ്. ഒരു മഹത്തായ അത്ഭുതത്തിന്റെ തുടക്കം ഇവിടെ ഉണ്ടാവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റഅ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റഅ, പ്രവാചകരെ താങ്കൾ വായിക്കുക. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ലോകത്തെ മുഴുവനും പടച്ച അണ്ടകടാഹങ്ങളെ പടച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക, താങ്കൾ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ പടച്ച ലോകത്തിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ താങ്കൾ വായിക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം
നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനറിയാത്ത കാര്യങ്ങൾ അവനെ പഠിപ്പിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ താങ്കൾ വായിക്കുക. പേടിച്ചു വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാവുയിൽ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി, എന്നെ പുതപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ. പണിച്ചു കുറിച്ചുകൊണ്ടാണ് പ്രവാചകൻ വരുന്നത്. ഇറാഖുകയിൽ നിന്ന് പ്രവാചകന്റെ താമസ സ്ഥലത്തേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 4 കിലോമീറ്റർ ദൂരം പ്രവാചകൻ കാൽനടയായി സഞ്ചരിക്കുന്നത് ഈ പണി കൊണ്ടാണ്, ഈ പ്രയാസം കൊണ്ടാണ്. തന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പ്രിയപ്പെട്ടവനെ തന്റെ മാറോടച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ വീടിന്റെ അകത്തേക്ക് പോകുകയാണ്. എന്നിട്ട് പുറപ്പിട്ട് മൂടിക്കൊണ്ട് പ്രവാചകന്റെ തലയുടെ ഭാഗത്തിരുന്നുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങ് വിഷമിക്കേണ്ടതില്ല, അങ്ങ് ദുഃഖിക്കേണ്ടതില്ല, അങ്ങ് അല്ലാഹു കൈവടിയുകയില്ല, പടച്ചതമ്പുരാൻ അങ്ങേ കൈവടിയുകയില്ല. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്, അങ്ങ് പാവപ്പെട്ടവരുടെ വേദനകൾ കാണുന്നവനാണ്, അക്ഷരമരായ മനുഷ്യരെ സഹായിക്കാൻ തുനിയുന്നവനാണ്, കുടുംബബന്ധം ചേർക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു താങ്കളെ കൈവടിയുകയില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സാന്ത്വനത്തിന്റെ വാക്കാണ്, സമാധാനത്തിന്റെ വാക്കാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മളൊക്കെ എന്തെങ്കിലും സുഖമില്ലാണ്ട് കിടന്നാല് നമ്മുടെ ഭാര്യമാര് വന്നിട്ട് എന്താ പറയാ, എന്താണ് പടച്ചോൻ തന്നതാന്നറിയും. പടച്ചോൻ തന്ന കയ്യിലിരിപ്പ് അങ്ങനല്ലേ, പടച്ചോൻ തന്നതാന്നറിയും. കുടുംബം വന്ന് ചേർക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഇത്ര പിറകോട്ടാണ് സഹോദരങ്ങളെ. വല്ല ചിന്തയും നമുക്കുണ്ടോ? വല്ല ആഗ്രഹം? പല ആളുകളും തെറ്റാനുള്ള ചെറിയ കാരണം കിട്ടി ചിരി വരും. ഓൻ എന്നോട് കല്യാണം പറഞ്ഞത് ഫോൺ വിളിച്ചിട്ടാണ്, എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. വൈല് കണ്ടപ്പോ കല്യാണം പറഞ്ഞതാണ്. ഓന്റെ മോന്റെ കല്യാണം ഉണ്ടായിട്ട്, മോളുടെ കല്യാണം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞത് ഫോൺ വിളിച്ചിട്ട് വൈല് കണ്ടപ്പോ. പിന്നെ ഞാൻ എന്തിനാ ഓനോട് മുണ്ടണം? എന്തിനാ ഓന്റെ അടുത്ത് ഞാൻ പോകുന്നെന്തിനാ? ഓനോട് ഞാൻ സംസാരിക്കുന്ന എന്തിനാ? ഓനായിട്ട് ഒരു ബന്ധമില്ല. ഭാര്യ വന്നിട്ട് ചോദിക്കാനല്ല, നമുക്ക് ആ കല്യാണത്തിന് പോണ്ട, മുണ്ടിപ്പോയിരിക്കും. ആ വാർത്താനയുടെ വന്ന വൈക്ക് വന്നിട്ട് കല്യാണം പറഞ്ഞിട്ട് അവിടെ പോകാനുള്ള ഗതികളൊന്നും ഇപ്പം നമുക്കില്ല, പോണ്ട. കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിൽ നമ്മൾ പുരുഷന്മാർ വളരെ വെക്കൂട്ട. സ്ത്രീകളാണെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ചിലപ്പോ ഒന്നും പറയില്ലായിരിക്കും. പക്ഷെ ആ ഭാര്യയുടെ ഉള്ളിലുള്ളത് എന്താണ്? കുറച്ച് കിട്ടേണ്ടത് കയ്യിലിരിപ്പതാണ്. സ്വഭാവോ പോരാ, നല്ല നിലക്ക് പെരുമാറാനും അറിയില്ല, നല്ല നിലക്ക് സംസാരിക്കാനും അറിയില്ല, ഒരുമാതിരി കാടൻ സ്വഭാവം, മൃഗത്തിന്റെ സ്വഭാവം. കുറച്ചവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് ഉള്ളിൽ പറയുന്ന ഭാര്യമാർ എത്ര ഉണ്ടാവും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന്. കാരണം ആ പ്രവാചകന്റെ സ്വഭാവം അറിയാം, ആ പ്രവാചകന്റെ പ്രകൃതം അറിയാം, ആ പ്രവാചകന്റെ ഹൃദയം അറിയാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സാന്ത്വനത്തിൽ പ്രവാചകന് സമാധാനം കിട്ടിയതാണ്. പ്രവാചകന്റെ പനി കുറഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായിരുന്ന, മുവഹിദായിരുന്ന, ഏകദൈവ വിശ്വാസിയായിരുന്ന ഒരു പണ്ഡിതന്റെ അടുത്തേക്ക്, അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യപുത്രന്, ആ പണ്ഡിതന്റെ അടുത്തേക്ക് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പോവാൻ, എന്നിട്ടുണ്ടായ സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുക്കാൻ ആ മഹാപണ്ഡിതൻ അവിടെ വെച്ച് പറഞ്ഞു, ഇത് മൂസാ നബിയുടെ അടുത്തും ഈസാ നബിയുടെ അടുത്തുമെല്ലാം വന്ന പ്രവാചകനാണ്, ജിബ്രീലാണ് താങ്കളുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് താങ്കൾ കൂടുതൽ ജാഗരൂകനാവുക. താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനായി മാറാൻ പോകുകയാണ്. മാത്രമല്ല താങ്കളുടെ സമുദായം താങ്കളെ പുറത്താക്കാൻ പോവാൻ. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി ഞെട്ടി. ഇത് കേട്ടപ്പോ പ്രവാചകൻ ചോദിച്ചു, എന്റെ സമുദായം എന്നെ പുറത്താക്കേ? എന്റെ സമുദായം എന്നെ പുറത്താക്കേ? അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. അത്രക്ക് സ്നേഹിച്ചിരുന്നു ആ സമുദായം റസൂലുള്ളാഹിനെ. റസൂലുള്ളാഹിന്റെ വിളിപ്പേര് നിങ്ങൾ മുഹമ്മദ് എന്ന് തികച്ചു വിളിച്ചിരുന്നില്ല റസൂലുള്ളാഹിനെ. അദ്ദേഹത്തിന്റെ സമുദായക്കാർ, നാട്ടുകാർ അൽ അമീൻ, ഓമനപ്പേരാണ് റസൂലിന്റെ. സത്യസന്ധനായ അബ്ദുള്ളയുടെ മകനെ അൽ അമീൻ ഇബ്നു അബ്ദുല്ലാഹ്, സത്യസന്ധനായ അബ്ദുള്ളയുടെ മകനെ മക്കക്കാര് സ്നേഹത്തോടെ, സ്നേഹവായ്പോടെ വിളിച്ചതാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രവാചകന്റെ അഭിപ്രായം അവിടെ ലാസ്റ്റ് വാക്കായിരുന്നു.
അത്രക്ക് സ്നേഹിച്ചിരുന്നു. ആ സമുദായം തന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹ് ബറഖത്ത് ബിൻ നൗഫലിനോട് ചോദിച്ചു, അല്ല എന്റെ സമുദായം എന്നെ പുറത്താക്കൂ? അപ്പൊ ബറഖത്ത് ബിൻ നൗഫൽ അവിടെ വെച്ച് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? താങ്കൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആരും പുറത്താക്കപ്പെടാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ആരൊക്കെ ഈ ലോകത്ത് വന്ന് പറഞ്ഞുവോ ആളുകളൊക്കെ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ഏതാണ് ആ കാര്യം? ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തുംഗമായ വചനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഒരു ഉദാഹരണം പറയാം. ഈ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഘോരഘോരം കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്ന എല്ലാവരും നമുക്ക് വന്ന് പൂമാലട്ടരും. വ്യഭിചരിക്കാൻ പാടില്ല എന്ന് ഈ സ്റ്റേജിൽ വെച്ച് ഘോരഘോരം പ്രസംഗിച്ചാൽ കേൾക്കുന്ന എല്ലാവരും വന്ന് പൂമാലട്ടരും. പെണ്ണു പിടിക്കാൻ പാടില്ല, ചതി പാടില്ല, വഞ്ചന പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പൂമാലയും പൂച്ചെണ്ടുകളും ഹർഷാരവങ്ങളൊക്കെ ഉണ്ടാവും. കല്ലൂടിയന്മാര് ചിലപ്പോ കൺഗ്രാറ്റ്സ് പറയും. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്തുണ്ട് ഒരു കല്ലൂടിയ ഫുള്ള് ഓഫിലാണ്, അതിങ്ങനെ കൈയടിക്കാൻ. പക്ഷേ നമ്മൾ ജാറത്തിൽ പോകാൻ പാടില്ല, മൊയ്‌ലി ശൈഖിനെ വിളിക്കാൻ പാടില്ല, മമ്പറത്ത് തങ്ങളെ വിളിക്കാൻ പാടില്ല, അജ്മീറിലെ ഖോജയെ വിളിക്കാൻ പാടില്ല, ഉള്ളാളത്ത് തങ്ങളെ വിളിക്കേണ്ടതില്ല. ഇവരൊക്കെ വിളിക്കുന്നതിന് പകരം അല്ലാഹുവിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാ കയ്യടികളും അവിടെ അവസാനിക്കും, എല്ലാ പൂച്ചെണ്ടുകളും ഇവിടെ വീഴും, എല്ലാ ഹർഷാരവങ്ങളും അവിടെ അവസാനിക്കും. അനുമോദനങ്ങൾ വിമർശനങ്ങളായി മാറും, പൂച്ചെണ്ടുകൾ കല്ലേറുകളായി മാറും. ഇതൊക്കെ തൗഹീദ് പറഞ്ഞാൽ സംഭവിക്കുന്നത്. അതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത്. ഇന്നും വിചാരികൾ കിട്ടുന്നില്ല സലഫികൾക്ക്. സഹോദരങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. റസൂൽ അവിടെ വെച്ചെന്താ പറഞ്ഞത്? നിങ്ങൾ ലാത്തനെയും ഉസ്സനെയും മനാത്തനെയും വിളിക്കേണ്ട, അള്ളാനെ വിളിക്കുന്ന പഠിച്ചു. അതാണ് റസൂലിന്റെ പ്രബോധനത്തിന്റെ ആകെ തുക. ഇതാണ് അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്താണ്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫലയസ്തജീബു ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹിനെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയണം, ഫഇന്നി ഖരീബ്, അള്ളാഹു സമീപസ്ഥനാണ്, അടുത്ത് തന്നെ ഉള്ളവനാണ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, വേദനിക്കുന്നവൻ വേദനിച്ചുകൊണ്ട് വിളിക്കുന്ന സമയത്ത് ആ വേദനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് നാഥൻ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ പടച്ചത് നാമാണ്. അല്ലാഹു പറയുകയാണ്, മനുഷ്യനെ പടച്ചത് നാമാണ്. അവന്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രങ്ങൾ അറിയുന്നവൻ നാമാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത, അവന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും അറിയുന്ന അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാനെന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. ഈ മംഗലാപുരത്ത് ആരോരും അറിയാത്തൊരു വീട്ടിൽ, ആരോരും അറിയാത്തൊരു പാവപ്പെട്ട മുസ്ലിം തന്റെ കട്ടിലിന്റെ മുകളിൽ തളർന്നു കിടക്കുകയാണ്. കൈകാലുകൾ അനക്കാൻ കഴിയുന്നില്ല, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ആകെയുള്ളതൊരു ഭാര്യ മാത്രമാണ്. ആ ഭാര്യ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ എവിടെയെങ്കിലും വേദനിച്ചുകൊണ്ട് ആ കിടക്കുന്ന മുസ്ലിം അല്ലാ എന്ന് വിളിച്ചാൽ, ആ കിടക്കുന്ന മുസ്ലിം വേദനയുടെ ഒരു നിരക്ക് ശബ്ദം പുറപ്പെടുവിച്ചാൽ അടുക്കളയിരിക്കുന്ന ഭാര്യയുടെ ചെവിക്ക് ആ ശബ്ദം കേൾക്കുന്നതിന്റെ എത്രയോ മുന്നേ ആകാശങ്ങൾക്കപ്പുറത്തരശുന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിന്റെ സമിതത്തിൽ ആ മനുഷ്യന്റെ വേദനയുടെ
മനുഷ്യന്റെ ഞരക്കമെത്തിപ്പെടും. പടച്ചറപ്പിന്റെ സിംഹാസനത്തിന്റെ അടുത്ത് ആ മനുഷ്യന്റെ ഞരക്കത്തിന്റെ ശബ്ദമെത്തുമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ. വേദനകളും ദുഃഖങ്ങളും സന്താപങ്ങളും സന്തോഷങ്ങളും എല്ലാം അറിയുന്ന ഏറ്റവും അടുത്ത നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ റബ്ബെന്ന പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് തന്നെയാണ് റസൂൽ എന്ന് പറയാൻ പോയത്. ഈ വർത്തമാനം പറഞ്ഞാലാണ് താങ്കൾ ബഹിഷ്കരിക്കപ്പെടുക എന്ന്. സഹോദരങ്ങളെ, ഇന്നത്തെ സമസ്തക്കാരുടെ വിശ്വാസവും അന്നുണ്ടായിരുന്ന മക്കാ മുസ്ലിങ്ങളുടെ വിശ്വാസവും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. അന്നത്തെ അവരുടെ തൽബിയത്ത് എന്തായിരുന്നു? അന്നത്തെ അവരുടെ വിശ്വാസം എന്തായിരുന്നു? അല്ല ഇല്ല എന്ന് അബൂ ജഹൽ പറഞ്ഞിട്ടില്ല. അല്ല ഇല്ല എന്ന് ഉത്ബത്തും ശൈബത്തും പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് സമന്മാരുണ്ട് എന്ന് ഉത്ബത്തും ശൈബത്തും അബൂ ജഹലും പറഞ്ഞിട്ടില്ല. അവരുടെ വിശ്വാസം എന്താണ്? ആരാണ് ആകാശത്തെ പടച്ചത് അബൂ ജഹലിനോട് ചോദിച്ചാൽ, ആരാണ് ഭൂമിയെ പടച്ചത് മുത്തുബത്തിനോട് ചോദിച്ചാൽ, ആരാണ് നക്ഷത്രങ്ങൾ വിധാനിച്ചതെന്ന് ശൈബത്തിനോട് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളോട് ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അവരെല്ലാവരും ഒരുപോലെ മറുപടി പറയും, അല്ലാഹുവാണ് 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 ഇതിനെല്ലാം പഠിച്ചതെല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക, മാനഅബ്ദുഹും, അല്ലയാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ, അല്ലാഹുവാണെല്ലാം നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ലാത്തയെ ആരാധിക്കുന്നത്? പിന്നെന്തിനാണ് ഉസ്സയെ ആരാധിക്കുന്നത്? പിന്നെന്തിനാണ് മനാത്തയും ഹബലയെയും ആരാധിക്കുന്നത്? കഅബാലയത്തിലുള്ള 360 പരം വരുന്ന വിഗ്രഹങ്ങളുടെ മുന്നിൽ എന്തിനാണ് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവർ മറുപടി പറയുന്നില്ല. യുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇലാ യുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല. ഞങ്ങളുടെ റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ രക്ഷിതാവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മൗലവി ശൈഖിനെ വിളിക്കുന്ന മുസ്ലിമിനും പറയാനുള്ള ന്യായമതാണ്. മമ്പറത്ത് ഞങ്ങളെ വിളിക്കുന്ന മുസ്ലിമിനും പറയാനുള്ള ന്യായമതാണ്. ഞങ്ങൾ മൗലവി ശൈഖിനെ വിളിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാനാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. അന്ന് ലാത്തയായിരുന്നെങ്കിൽ ഇന്ന് മൗലവി ശൈഖാണ്, അന്ന് ഉസ്സയായിരുന്നെങ്കിൽ ഇന്ന് മമ്പറത്ത് തങ്ങളാണ്, അന്ന് മനാത്തയാണെങ്കിലും അജ്മീറിലെ ഖോദയാണ്, അന്ന് ഹബലയായിരുന്നെങ്കിലും ഉള്ളാലത്ത് തങ്ങളാണ്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ, ഈ വ്യത്യാസം മാത്രമേ ഈ വിശ്വാസങ്ങൾ തമ്മിലുള്ളൂ. ആ വിശ്വാസം തന്നെയാണ് മക്കാ മുസ്ലിമുകൾക്കും ഉണ്ടായിരുന്നത്. അവരുടെ തൽബിയത്ത് ഉണ്ടായിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവരുടെ തൽബിയത്തായിരുന്നു. എന്താണ് ആ തൽബിയത്തിന്റെ അർത്ഥം? ലാ ശരീക ലക, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല നാഥാ. ആരാണ് പറയുന്നത്? കേന്ദ്രമെന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമല്ല, അബൂ ജഹലും മുത്തുബത്തും ശൈബത്തുമാണ് പറയുന്നത്. ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല നാഥാ. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഏത് തരത്തിലുള്ള പങ്കുകാരല്ലാതെ ആ പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലുള്ളതാണ്. ആ പങ്കുകാർക്കുള്ള ശക്തിയെല്ലാം നീ കൊടുത്തതാണ്. ആ പങ്കുകാർക്കുള്ള കഴിവെല്ലാം നിന്റെ കഴിവാണ്, നീ കൊടുത്ത കഴിവാണ്. നീ കൊടുക്കാത്ത കഴിവുകളൊന്നും ലാത്തക്കും ഉസ്സക്കും ഇല്ല റബ്ബേ എന്ന വിശ്വാസമായിരുന്നു അബൂ ജഹലും ഉത്ബത്തും ശൈബത്തും കൊണ്ട് നടന്നിരുന്നത്. ആ ഉത്ബത്തിനോടും ശൈബത്തിനോടും അബൂ ജഹലിനോടുമാണ് പ്രവാചകൻ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് പറയുന്നതല്ലയോ കൂട്ടരെ, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ആരാധനക്കരയല്ല. നിങ്ങൾ വിളിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും നിങ്ങളുടെ വിളി കേൾക്കാൻ പോകുന്നില്ല. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ വിളിക്കണേ, പടച്ച റബ്ബിനെ മാത്രം നിങ്ങൾ വിളിക്കണേ. ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. നിങ്ങൾ അവർ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. കേൾക്കുമെന്ന് നിങ്ങൾ ജൽപ്പിച്ചാൽ തന്നെയും നിങ്ങളുടെ വിളിക്കുത്തരം നൽകാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. റസൂലിന്റെ പ്രബോധനത്തിന്റെ ആകത്തുകയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നാണ് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞത്. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് കത്തിവെച്ചത് അനാവശ്യമായ പേടികൾക്കായിരുന്നു, അനാവശ്യമായ പ്രതീക്ഷകൾക്കായിരുന്നു, അനാവശ്യമായ അനാചാരങ്ങൾക്കായിരുന്നു. ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പേടിയുള്ളത്? നിങ്ങൾ ആലോചിച്ചോക്കെ. തൗഹീദ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓൻ അനുഭവിക്കുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, ജീവിതത്തിൽ മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. രാവിലെ എണീക്കുമ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ എണീക്കുമ്പോൾ വാട്സപ്പ് തുറക്കുമ്പോൾ ഒരു മെസ്സേജ്. എന്താണ് മെസ്സേജ്? ഈ മെസ്സേജ് നിങ്ങൾ ഒരു 10-15 ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെങ്കിലും മരിച്ചു എന്നോട് പറഞ്ഞ ഒരു 80% ആളുകൾ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യും. തൗഹീദ് ഇല്ലാത്ത ആളുകൾ, മുവഹിദുകളായ ആളുകൾക്ക് അത് മൈൻഡിൽ പോലും ചെയ്യില്ല. അവരത് മൈൻഡേ ഇല്ല, പരിഗണിക്കില്ല. അവർ സാധാരണ അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യർക്ക് റബ്ബിന് പേടിയില്ല, വേറെ എന്തിനൊക്കെയാണ് പേടി. എന്റെ നാട്ടിലൊരു അട്ടക്കപ്പള്ളിയുണ്ട്. അട്ടക്കപ്പള്ളിയിൽ ഒരു വലിയ കയറുണ്ട്. ആ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്ത് ആ കയറ് പിടിച്ചിട്ട് കളവ് പറഞ്ഞ ഓരോ ബ്ലഡ് ഛർദ്ദിച്ച് മരിച്ചു പോകുന്നതാണ് വിശ്വാസം. ഇപ്പൊ പള്ളിന്റെ പുറത്തുനിന്ന് ഒരു കള്ളനെ പോലീസുകാർ കൊണ്ടുവന്നു. എന്നിട്ട് നീ കട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കട്ടിട്ടില്ല. സത്യം പറയണ, നീ കട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കട്ടിട്ടില്ല. പഠിച്ചോനെ സത്യം പറയണ, നീ കട്ടിട്ടുണ്ടോ? പഠിച്ചോനാണ് സത്യം, ഞാൻ കട്ടിട്ടില്ല. അവനെ പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കയറ് പിടിക്കറ, പിടിച്ചു. നീ കട്ടിട്ടുണ്ടോ? ആ, ഞാൻ കട്ടിട്ടുണ്ട്. പേടിയാണ്. ആ കയറിന് പേടിയാണ്. കയറിനെ പേടി, കല്ലിനെ പേടി, വള്ളിനെ പേടി, മരത്തിനെ പേടി, കുട്ടിനെ പേടി, പൂവിനെ പേടി, എന്തിനൊക്കെ പേടി മനുഷ്യന്മാർക്ക്. എല്ലാറ്റിനോടും പേടിയാണ്. എല്ലാറ്റിനോടും ഈ ഒരു മനുഷ്യന്റെ ആ ഒരു വികാരം മനസ്സിലാക്കിയിട്ട് കറക്റ്റ് കച്ചവടം ചെയ്യാൻ ചില ആളുകൾക്ക് അറിയും ചെയ്യാം. കൃത്യമായിട്ട് കച്ചവടം ചെയ്യാൻ അറിയാം. ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പൊ വയനാട്ടിലാണ് ഞാൻ താമസം. വയനാട്ടിലേക്കുള്ള ചുരത്തിന്റെ എല്ലാം താഴെ ഓരോ ജാറങ്ങളുണ്ട്, കൊട്ടേഷൻ. വയനാട് ചുരം എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഭയങ്കര വാഹനങ്ങളും ബ്ലോക്കും തിരക്കൊക്കെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീതി. വയനാട് അറിയാലോ അല്ലെ, ഹൈ റേഞ്ചാണ്. വയനാട്ടിലേക്ക് 3-4 ചുരമുണ്ട്. കണ്ണൂർ ഭാഗത്ത് നോക്കുമ്പോൾ പാൽച്ചുരം വഴി പോവാം, പെരിയച്ചുരം വഴി പോവാം, കുറ്റ്യാടി ചുരം വഴി പോവാം, താമരശ്ശേരി ചുരം വഴി പോവാം. ഏത് ചുരം വഴി നിങ്ങൾ പോയാലും താഴെയും മേലും ഓരോ ജാറുണ്ടാവും. എന്താ സംഭവം എന്നറിയോ? ചുരത്തിന്റെ അടുത്തെത്തുമ്പോൾ ഉള്ളുന്നൊരു കാളലാണ്, ഉള്ളുന്നൊരു പേടിയാണ്. പടച്ചോനെ, ഇത്രയും വലിയ ചുരം ഒന്ന് കയറണ്ടേ, ഇതിന്റെ മേലൊന്ന് എത്തണ്ടേ. അങ്ങനെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ആ സൈഡിലൊരു ജാറ വേ ഇറങ്ങിയിട്ട് അവിടെ ഒരു 10 രൂപ മേലെത്തുന്നവരെ കാത്ത് സംരക്ഷിക്കണം, ഒന്നും അപകടമൊന്നും ഉണ്ടാവരുത്. കൊട്ടേഷൻ കൊടുത്തു, മേലെത്തിച്ചു. ഇനി മേലിന് താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ വേറെയുണ്ട്, അവിടെയുണ്ട്. താഴ്ന്ന് മേലെ കയറുമ്പോൾ മാത്രമല്ല, താഴോട്ട് ഇറങ്ങണ്ടേ, അവിടെയും വേണ്ടേ. ഇത് 1 വേ സർവീസ് മാത്രമാണ്. ഇവിടെ ഇപ്പൊ കൊടുത്താൽ മേലെ വരെ എത്തിക്കൊള്ളൂ. മേലിന് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ വേറെ ഇനിയും കൊടുക്കണം. അപ്പൊ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് താഴത്തെത്തിക്കണം, ഒന്നും സംഭവിക്കരുത്. ഇതാണ് മനുഷ്യന്റെ പേടിനെ, മനുഷ്യന്റെ പ്രതീക്ഷ ഇങ്ങനെ ചൂഷണം ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പഠിപ്പിച്ചു ജനങ്ങൾക്ക്. എങ്ങനെയാ തൗഹീദ് പഠിപ്പിച്ചത്? ആദ്യം മേലോട്ട് നോക്കി. ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് മേലോട്ട് നോക്കി. മേലോട്ട് നോക്കി, എന്ത് സുന്ദരാണ് നക്ഷത്രങ്ങൾ, എത്രായിരം നക്ഷത്രങ്ങളാണ്. ഞാൻ ഇതിനെ ആരാധിക്കാൻ പോവാണ് ഇങ്ങോട്ട്. രാവിലെ എണിച്ചിട്ട് പറഞ്ഞു, എവിടെ എന്റെ ദൈവങ്ങൾ? ഇത് പറ്റൂല, ഞാൻ ആരാധിക്കുന്ന ദൈവം അസ്തമിക്കാൻ പറ്റൂല. പിറ്റേന്ന് ചന്ദ്രൻ, ഓ എന്ത് രസാണ് ഈ ചന്ദ്രനെ കാണാൻ, ഞാൻ ഇന്ന് മുതൽ ഇതിനെ ആരാധിക്കാൻ തുടങ്ങാം. രാവിലെ എണിച്ചിട്ട് പറഞ്ഞു, എവിടെ ചന്ദ്രൻ? എന്റെ ദൈവം പോയോ? പിറ്റേന്ന് പറഞ്ഞു, ഓ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനൊന്നും വേണ്ട, ഇതാ സൂര്യൻ, എത്ര വലുതാണിത്, എത്ര സുന്ദരമാണ്, പ്രകാശിക്കുന്നു, നോക്കാൻ പോലും കഴിയുന്നില്ല, അതിന് ശക്തി കൂടുതൽ, അതുകൊണ്ട് ഞാൻ ഇതിനെ ആരാധിക്കാൻ പോവാൻ. അത് അസ്തമിച്ചപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. ഇക്കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും കടലിനെയും കായലിനെയും മാമലയെയും പക്ഷികളെയും മൃഗങ്ങളെയും കാറ്റുകളെയും ഉറുമ്പുകളെയും എല്ലാറ്റിനെയും പഠിച്ച ആ രക്ഷിതാവിന്റെ മേലേക്ക് ഞാനിതാ എന്റെ മുഖത്ത് തിരിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും വിധാനിച്ച രക്ഷിതാവിന് ഞാനിതാ ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകുന്നതല്ല. ഇന്നത്തെ നേരത്തെ ഒരു പ്രഖ്യാപനം ഉണ്ട്. ആ പ്രഖ്യാപനം എന്താണെന്നറിയോ? വലാ അഖാഫു മാ തുശ്രികൂന ബി ഇല്ലാ അൻ യശാ റബ്ബി
شيئا وسع ربي كل شيء علما. അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ കുട്ടിയും കോലുമായി കല്ലും മുരടുമായി എന്റെ അടുത്തേക്ക് വരണ്ട. എനിക്കതിന് പേടിയില്ല, എനിക്കതിന് ഭയമില്ല, ഞാനതിനെ മാനിക്കുന്നില്ല. എന്റെ റബ്ബ് ഉദ്ദേശിക്കാത്തതൊന്നും തന്നെ ഇവിടെ നടക്കുകയില്ല. നമ്മുടെ നാട്ടിലെ പല ആളുകളുടെയും തൗഹീദ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കരിമ്പൂച്ച മുന്നിലൂടെ ഓടുന്നത് വരെ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പൂച്ച എങ്ങനെ കുറുക് ഓടിക്കാൻ പല ആളുകൾ പറയുന്നതും കേൾക്കാം. ഒരു കരിമ്പൂച്ച കുറുക് ഓടിക്കഴിഞ്ഞാൽ വലിയ ലോറി ടണ്ണുകൾ, പിന്നെ 10-12 ടണ്ണ് ഭാരെടുത്തിട്ട് പോകുന്ന ലോറി 2-3 കിലോ വരുന്ന ഒരു കരിമ്പൂച്ച ഇങ്ങനെ കുറുക് ഓടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും. എന്നിട്ടൊന്ന് ബാക്കോട്ട് എടുക്കും. ബാക്കോട്ട് എടുക്കും. എന്നിട്ടാണോ പിന്നെ മുന്നോട്ട് പോകുള്ളൂ. പേടിയാണ്. ഈ ചെറിയ 2-3 കിലോ വരുന്ന സാധനം എന്തുണ്ടാക്കാനാ സഹോദരങ്ങളെ? രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക, സൈഡിലൊരു മുട്ട, ആ മുട്ടന്റെ മേലെ കുറെ പിന്നെ അറബി അക്ഷരങ്ങൾ ABCD തീർന്നു. പിന്നെ അതുമായിട്ട് തങ്ങളെടുത്ത് പോയി, ബാബിന്റെ അടുത്ത് പോയി, മറ്റൊന്റെ അടുത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഈസ്മിന്റെ പണിയെടുത്ത്, സീറിന്റെ പണിയെടുത്ത്, അങ്ങനെ കുറെ പൈസ ചെലവാക്കി കുറെ നാളത്തെ ഉറക്കവും കളഞ്ഞ് എന്നിട്ട് ഏതെങ്കിലും ഒരു തങ്ങള് അത് ബാത്തിലായി, ചെയ്തത് ബാത്തിലായി എന്ന് പറഞ്ഞാൽ സമാധാനം അവസ്ഥ. പക്ഷേ ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മുട്ട കണ്ടാലും, എന്ത് കുട്ടി കണ്ടാലും, എന്ത് ചൂല് കണ്ടാലും, എന്ത് വള്ളി കണ്ടാലും, എന്ത് മരം കണ്ടാലും, എന്ത് കണ്ടാലും അവൻ ഒരൊറ്റ വാക്കിൽ ഒതുക്കും. എന്താണ് ആ വാക്ക്? ഹസ്ബി അല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഞാനിതാ എന്റെ രക്ഷിതാവിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. അതാ ഇതിൽ നിന്നുള്ള എല്ലാ ശിർറുകളെയും എന്നെ നീ കാത്തുരക്ഷിക്കണമല്ല, എന്നെ നീ സംരക്ഷിക്കണമല്ല. ഒരുവിന് പേടിയില്ല, ഭയമില്ല. എന്താ അവരെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ? الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. അവരോട് പറയപ്പെട്ടാൽ ജനങ്ങളിതാ നിങ്ങൾക്കെതിരിൽ ഒത്തുകൂടിയിരിക്കുകയാണ്, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുകയാണ്. ഫഖ്ശൗഹും, അതുകൊണ്ട് അവരെ പേടിച്ചുകൊള്ളുക. അങ്ങനെ അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഈമാനത വർദ്ധിക്കുകയായോ. ഖാലൂ, എന്നിട്ട് അവർ പറയുകയാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ബലമേൽപ്പിക്കാൻ ഏറ്റവും ഉന്നതനായ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് മതിയായവനാണ്, ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് മതിയായവനാണ്. അതുകൊണ്ട് ഞങ്ങൾ യാതൊന്നിനെയും ഭയപ്പെടുന്നതല്ല, ഞങ്ങൾ യാതൊന്നും പിന്മാറുന്നതല്ല, പേടിച്ചു പോകുന്നതല്ല. ഇതൊരു മുവഹിദിന് മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ്. ഈ ഒരു സമാധാനത്തിലേക്കും ശാന്തിയിലേക്കുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ജനങ്ങളെ ക്ഷണിക്കാൻ പോകുന്നത്. ആ ക്ഷണം എളുപ്പമായിരിക്കില്ല എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പിൻബലം താങ്കൾക്ക് ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം തുടങ്ങുന്നതിന്റെ മുന്നേ വറഖത്ത് ഇബ്നു നൗഫൽ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചു നാള് വഹയി നിലക്കുകയാണ്, വഹയി വരുന്നില്ല. ആ സമയത്ത് പ്രവാചകൻ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഭാരത്തോടുകൂടി, പ്രയാസത്തോടുകൂടി ഒരു മലക്ക് മുകളിൽ ഇങ്ങനെ കയറിപ്പോകുമ്പോ ആകാശത്തുനിന്നൊരു ഇരുമ്പല് കേട്ടു എന്നാണ്. ആ ഇരുമ്പല് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് നോക്കി തന്റെ 70,000 ചിറകുകൾ വിടർത്തി അതിലൊരു ചിറകിന്റെ മുകളിൽ ഭൂമി വെച്ചാൽ ആ ഒരു ചിറക് പോലും ഈ ഭൂമിയുടെ ചക്രവാളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ യഥാർത്ഥമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അവിടുന്ന്. 2 സന്ദർഭത്തിലാണ് പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ യഥാർത്ഥ രൂപത്തിൽ വന്നത്. ഒന്ന്, 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് സിദ്റാത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് ജിബ്രീൽ പറഞ്ഞു, ഇവിടം വരെ മാത്രമേ എനിക്ക് പ്രവേശനമുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല. അവിടെ ജിബ്രീലിനെ റസൂലുള്ള കണ്ടത് യഥാർത്ഥ രൂപത്തിലാണ്. രണ്ടാമതായി
ഈ സന്ദർഭത്തിലാണ് മലക്ക് മുകളിലേക്ക് റസൂലുള്ളാഹി ഇങ്ങനെ കയറി പോകുമ്പോ ആകാശത്തിന്റെ ചക്രവാളം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചു വിറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്നും പറഞ്ഞു സമ്മിലൂനി യാ ഖദീജ സമ്മിലൂനി. അന്നും ഒരക്ഷരം ഉരിയാടാതെ കാരണം ചോദിക്കാതെ പ്രവാചകന്റെ പ്രിയപത്നി ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയി അകത്ത് പുതപ്പിട്ട് കിടത്തി സമാധാനിപ്പിച്ചു. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങുന്നത്. ഏതാണ് വചനം? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനൻ തസ്തക്ബിർ വലിറബ്ബക ഫസ്ബിർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ മൂടിപ്പുതച്ച് കിടക്കുന്ന പ്രവാചക, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, ഫഅൻദിർ, മുന്നറിയിപ്പ് നൽകുക, വരാൻ പോകുന്ന പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. പുതപ്പിനടിയിൽ സായുജ്യമടയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി താങ്കൾക്ക് വിശ്രമമില്ല. നീണ്ട 23 വർഷക്കാലത്തെ പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും കാലഘട്ടമാണ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് താങ്കളുടെ മുഖത്ത് നിന്ന് പുതപ്പ് മാറ്റുക, എഴുന്നേൽക്കുക, ദഅവത്തിന്റെ വീതിയിലേക്ക് പ്രവേശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതപ്പ് മാറ്റുകയും നീണ്ട 23 വർഷക്കാലത്തെ ദഅവത്തിന്റെ പ്രയത്നം അവിടെ വെച്ച് തുടങ്ങുകയും ചെയ്തു. രഹസ്യ പ്രബോധനം അർക്കമിന്റെ വീട്ടിൽ വെച്ചു. അവിടുന്ന് അങ്ങോട്ട് പരസ്യ പ്രബോധനത്തിലേക്കുള്ള തുടക്കം. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച എന്തെന്നില്ലാത്ത പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്ത് ബിൻ നൗഫൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ, മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പലായനം ത്വായിഫിലേക്കുള്ള പലായനം, ആദ്യത്തെ ത്വായിഫിലേക്കുള്ള പലായനം വേദനിച്ച ഹൃദയവുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുന്നത്. ആ പ്രവാചകൻ ത്വായിഫിലേക്ക് പോകുന്നത് അവിടെ കുറച്ചൊരൽപ്പം സമാധാനം എനിക്ക് ലഭിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. 3 അമ്മാവന്മാരെയാണ് അവിടെ പ്രവാചകൻ കണ്ടത് ത്വായിഫിൽ. ആ 3 അമ്മാവന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടെ തിരസ്കരിക്കുകയാണ് ചെയ്തത്, പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. അവഗണിച്ചു എന്ന് മാത്രമല്ല, അങ്ങാടി കുട്ടികളെ വിളിച്ചിട്ട് റസൂലുള്ളാഹിനെ കല്ലെറിയാൻ പറഞ്ഞു. അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തെരുവിലൂടെ ഒറ്റക്ക് നടക്കുകയായിരുന്ന റസൂലുള്ളാഹിന്റെ പിന്നാലെ അങ്ങാടി കുട്ടികൾ ഒരുമിച്ച് കൂടുകയും പ്രവാചകനെ കൂക്ക് വിളിക്കുകയും റസൂലുള്ളാഹിനെ കല്ലെറിയുകയും ചെയ്തു. ഒരു കൂർത്ത കല്ല് പ്രവാചകന്റെ കാലിന് കൊണ്ടിട്ട് ആ കാല് പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. പ്രവാചകൻ ആ മുറിയൊന്ന് നോക്കാൻ പോലും സമ്മതിക്കാതെ വീണ്ടും കല്ലുകൾ കൊണ്ട് ആ കുട്ടികൾ പ്രവാചകനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി മറഞ്ഞ് ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അകത്തളങ്ങളിൽ ഒറ്റക്കിരുന്ന് കണ്ണുനീരിങ്ങനെ വാർത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ, പർവ്വതത്തിനാൽ ഏൽപ്പിക്കപ്പെട്ട 2 മലക്കുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, റസൂലല്ലാഹ്, അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ, അങ്ങ് സമ്മതം തരികയാണെങ്കിൽ തായിഫിന്റെ 2 ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന ഈ മാമലകൾക്കിടയിൽ ഈ നാഗരികത നാമാവശേഷമാവും, ഈ മനുഷ്യരില്ലാതെയാകും. അവിടെ വെച്ച് പ്രിയപ്പെട്ട റസൂൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണ് ആ മറുപടി? ചരിത്രത്തിൽ തങ്കലിപികൾ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട, ചരിത്രത്തിൽ ഇന്നും സൂര്യന്റെ തേജസ്സോടുകൂടി ഉണർന്നു നിൽക്കുന്ന ആ പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നു അത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാദാ എന്നെ കൂക്ക് വിളിച്ചവർക്ക് പുറത്തു കൊടുക്കണേ, നാദാ എന്നെ കല്ലെറിഞ്ഞവർക്ക് പുറത്തു കൊടുക്കണേ, എന്നെ ചീത്ത വിളിച്ചവർക്ക് മാപ്പ് നൽകണേ, അല്ല മഗ്ഫിറത്ത് നൽകണേ, അല്ല ഫഇന്നഹും ലാ യഅലമൂൻ. അവരറിവില്ലാത്തവരാണ്, അജ്ഞനാണ് റബ്ബേ, അറിവില്ലാത്തവരാണ് റബ്ബേ. അവരെ മുഴുവൻ നീ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ സന്താന പരമ്പരകളിൽ മുവഹിദുകളായ ആളുകൾ ഉണ്ടാകുന്നതാണ്, തൗഹീദിന്റെ വക്താക്കളായ മനുഷ്യന്മാരുണ്ടാകുന്നതാണ് എനിക്കിഷ്ടം റബ്ബേ. റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഇന്ന് ത്വായിഫിൽ ഒരു മീഖാത്തുണ്ട്. ഉംറയ്ക്ക് പോകുമ്പോ ഇഹ്റാം ചെയ്യുന്ന ഒരു മീഖാത്ത് അറിയണ്ടാവും. ഗൾഫിൽ പോയ ആളുകൾക്ക് ചില സമയത്ത് റിയാദിലൊക്കെ വരുമ്പോ അവിടെ നിന്നാണ് ഇത് ഇഹ്റാം ചെയ്യുക. അവിടെ ആ തായിഫിലേക്ക് പോകുന്ന വലിയ ചുരം കയറിയിട്ടാണ്, ഭയങ്കര കയറ്റാണ്, വലിയ കുത്തനെയുള്ള കയറ്റാണ്. ആ ചുരത്തിന്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് നിങ്ങൾ നോക്കിയാൽ താഴെ കാണാം. ഈ തിരക്കുള്ള ഉംറയുടെ സീസണിലും ഹജ്ജിന്റെ സീസണിലൊക്കെ ആ തായിഫിന്റെ മുകളിലുള്ള വ്യൂ പോയിന്റിൽ കയറിയിട്ട് നിങ്ങൾ താഴേക്കൊന്ന് നോക്കിയാ
നൂറുകണക്കിന് ആയിരക്കണക്കിന് ബസ്സുകളും കാറുകളും വാഹനങ്ങളും ഇങ്ങനെ ഇറങ്ങുന്നതും കയറുന്നതുമായിട്ട് നിങ്ങൾക്ക് കാണാം. ആ വാഹനങ്ങളിൽ നിന്നെല്ലാം ഉയരുന്ന ഒറ്റൊന്നാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല നാഥാ, നിനക്കാണ് രാജാധികാരം റബ്ബേ, നിനക്കാണ് സർവസ്വതയും റബ്ബേ, നിനക്ക് പങ്കുകാരില്ല നാഥാ. നിന്റെ ഖലീലിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുകയാണ്. ആ ത്വായിഫിന്റെ ചുരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ആ വ്യൂ പോയിന്റിൽ കയറി താഴേക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ബസ്സുകൾ തൗഹീദിന്റെ വചനങ്ങൾ ഉരുപ്പിട്ടുകൊണ്ട് കയറി വരുന്നതായി കാണാം. അതെന്തിന്റെ ഫലമാണെന്നറിയുമോ? കല്ലേറ് കൊണ്ട് ചോരയൊലിക്കുന്ന സമയത്തും കണ്ണീര് കൊണ്ട് മുഖം മുഴുവൻ വികൃതമായ സമയത്തും കണ്ണീര് കൊണ്ട് മുഖം മുഴുവൻ നനഞ്ഞ സമയത്തും റസൂലുള്ള നൽകിയ പ്രാർത്ഥനയാണ്, പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. നാഥ, ഈ സമുദായത്തെ നീ നശിപ്പിക്കരുതേ നാഥ, ഈ ത്വായിഫിലെ നിവാസികളെ നീ നശിപ്പിക്കരുതേ നാഥ. കാലാന്തരത്തിൽ ഇവരുടെ മുതലുകളിലൂടെ പുറത്തു വരുന്ന സന്താന പരമ്പരയിൽ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം, മുവഹിദുകളായ വഹദാനിയത്തിന്റെ വക്താക്കൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നീ ഇവരെ നശിപ്പിക്കരുതേ നാഥ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രവാചകന്റെ ജീവിതം വിട്ടുവീഴ്ചയുടേതാണ്, ആ പ്രവാചകന്റെ ജീവിതം കരുണയുടേതാണ്, ആ പ്രവാചകന്റെ ജീവിതം സ്നേഹത്തിന്റേതാണ്, ലാളിത്യത്തിന്റേതാണ്, എളിമയുടേതാണ്, സമർപ്പണത്തിന്റേതാണ്, ത്യാഗത്തിന്റേതാണ്, പ്രയാസത്തിന്റേതാണ്, ബുദ്ധിമുട്ടിന്റേതാണ്. ആ പ്രവാചകൻ നബുവത്തിന് ശേഷം നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉണക്കറൊട്ടിയും സുർക്കയും മാത്രമാണ് കഴിച്ചത്. മാർദ്ദവമേറിയ വിരിപ്പിൽ കിടന്നുറങ്ങിയിട്ടില്ല, പനയോരപ്പായൽ കിടന്നുറങ്ങി ശരീരത്തെ പാടുവരിക്കുകയാണ് ചെയ്തത്. മുന്തിയ വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടില്ല, രാത്രി മുഴുവൻ സുഖമായി കിടന്നുറങ്ങിയിട്ടില്ല. കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും നാളുകളായിരുന്നു. ആ പ്രയാസത്തിന്റെ നടുവിലെല്ലാം റസൂലിന്റെ മനസ്സിലൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉമ്മത്തി യാ ഉമ്മത്തി, ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, എന്റെ സമുദായമേ എന്ന ചിന്ത മാത്രമേ റസൂലുള്ളാഹിന്റെ മനസ്സിലുണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നുള്ളൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വനിഷ്ഠമായ സഹാബത്ത് ആ പ്രവാചകന് നൽകിയ സ്നേഹം മനിതര സാധാരണമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം പ്രസിദ്ധമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം പ്രസിദ്ധമാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്നേഹം പ്രസിദ്ധമാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം പ്രസിദ്ധമാണ്. പ്രവാചകന്റെ സദസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ ആളുകളെല്ലാം റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആധിക്യം ചരിത്രത്തിന്റെ താളുകളിൽ വളരെ വ്യക്തമാണ്, സുന്ദരമായി വിവരിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടായിരുന്നു ആ മനുഷ്യന്മാർക്ക് ഏറ്റവും ദുഃഖകരമായ കാര്യം, ഏറ്റവും സങ്കടകരമായ കാര്യം. സഹാബികളിൽ പല ആളുകളും ജീവിതത്തിൽ പല തവണയും പറയുമായിരുന്നു, 2 ദിവസം ഞങ്ങളുടെ സ്മരണയിൽ നിന്ന് ഒരിക്കലും മറയില്ല, ഒരിക്കലും അറിയില്ല. ഒന്നാമത്തെ ദിവസം മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ള വരുന്ന ദിവസമാണ്. ആ ദിവസം ചില സഹാബികൾ ഭക്ഷണം പോലും കഴിക്കാതെ വലിയ പനയുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ദൂരേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ പ്രവാചകൻ വരുന്നുണ്ടോ ആലോചിച്ചോക്ക് നിങ്ങൾ. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, റസൂൽ എത്തട്ടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. കുറെ പനന്റെ മേലെ ഒരുപാട് മനുഷ്യന്മാർ റസൂലിനെ കാത്തു നിൽക്കാൻ. അവസാനം പ്രവാചകന്റെ ഒട്ടകത്തിന്റെ നീൾവട്ട കണ്ടപ്പോ ആ പനയിൽ നിന്ന് ഊർന്നിറങ്ങി ഓടി വന്നിട്ട് ഇതാ നമ്മൾ റസൂലെത്തി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത. ആ നിമിഷം അവിടെ ഗാനം ഉയരുകയാണ്, സ്വാഗതഗാനങ്ങൾ ഉയരുകയാണ്. ഞങ്ങൾ ഇതാ ചന്ദ്രോദയം ഉണ്ടായിരിക്കുന്നു, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുഖം ഇനി എന്നും ഞങ്ങൾക്ക് കാണാം എന്ന ഗാനത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീന നിവാസികൾ സ്വീകരിക്കുകയാണ്. പ്രവാചകനെ ആരുടെ വീട്ടിൽ താമസിപ്പിക്കും എന്ന കാര്യത്തിൽ അവർ തർക്കമായിരുന്നു. അവസാനം റസൂലുള്ളാഹിന്റെ ഒട്ടകം ആരെ മുന്നിലാണ് നിർത്തുന്നത്, അയാളുടെ വീട്ടിൽ പ്രവാചകൻ താമസിക്കും എന്ന ഒരു കോംപ്രമൈസിലെത്താണ് അവസാനം ചെയ്തത്. എത്രത്തോളം അവർ റസൂലിനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ 2ാമത്തെ ദിവസം ഏതാണെന്നറിയോ? അത് പ്രവാചകന്റെ മരണത്തിന്റെ ദിവസമാണ്.
റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ ദിവസം ഹിജ്റ 11 വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹാ നമസ്കാരത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വിട പറഞ്ഞ ആ സന്ദർഭം, ആ ഒരു ദിവസം ജീവിതത്തിലെ മദീനയുടെ ഓർമ്മയിലെ രണ്ടാമത്തെ ഏറ്റവും ഭയാനകമായ ദിവസമായിരുന്നു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ ദിവസം. ആ മരണത്തിന്റെ ദിവസം നമ്മുടെ കേരളക്കരയിൽ ആഘോഷവും കൊട്ടും പാട്ടും ബിരിയാണിയും നെയ്ച്ചോറും ഘോഷയാത്രയും ദഫ്മുട്ടൊക്കെയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മാതൃക അതുപോലെ ജീവിതത്തിൽ പിൻപറ്റാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്ന സച്ചരിതമായ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.